സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ എല്ലാ പ്രാർത്ഥനമേൽ ദൈവത്തിന്റെ വലിയ പവർഫുള്ളായ ദൈവത്തിന്റെ അത്ഭുത ശക്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അത് പൂർണ്ണ ഹൃദയത്തോടെ അമികാലിലെ സ്തോത്രം ഏറ്റെടുക്കുന്നവർക്ക് അത് പൂർണ്ണമായി അനുഭവിക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം കൃപ നൽകും. സ്തോത്രം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരാധനയ്ക്ക് വരുന്നത് അമികാലിലെ സ്തോത്രം ആളുടെ പെരുപ്പം കാണാനോ അല്ലെങ്കിൽ മറ്റൊരു വന്നോ ഇവര് വന്നോ എന്നും തിരക്കാനൊന്നും അല്ല വന്നത്. സ്തോത്രം. നമ്മൾ ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനാണ് വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങൾ പഠിച്ചപ്പോൾ ആമേൻ ഒരു കാര്യത്തിനകത്ത് ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നത് കേട്ടപ്പോൾ അന്നത്തെ പിതാക്കന്മാർ അതിന്റെ രീതിയിൽ അതിനെ ഫോളോ ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നതിനെ പൂർണ്ണമായി അനുസരിച്ച് അത് ഏറ്റെടുത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിനകത്ത് അതിന്റെ നന്മയും അനുഗ്രഹം ചെയ്യാൻ പറ്റത് പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. പ്രാപിക്കാൻ കഴിയും. നോഹയെ കർത്താവ് വിളിച്ചു. ദൈവം പറഞ്ഞു, നോഹയോട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടി സ്തോത്രം ജീവിക്കുന്ന ആ കൂട്ടത്തിനകത്ത് ദൈവത്തിന് വേണ്ടി വേർവിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, പാപം ചെയ്യാതെ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നോഹയുടെ കുടുംബവും. സ്തോത്രം. ബാക്കിയുള്ളവരെല്ലാം മ്ലേച്ഛത കൊണ്ട് എന്ത് ചെയ്യുക, പാപം കൊണ്ട് പല രീതിയിലുള്ള അടികൾ മുൻകൂട്ടി ദൈവം കൊടുത്തിട്ട് പോലും മാനസാന്തരപ്പെടാതെ, ഒരിക്കലും മാനസാന്തരപ്പെടാതെ, അല്ലെങ്കിൽ ദൈവമാ എന്നെ വഴി നടത്തുന്നത്, അല്ല ദൈവമാ എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം അധികാരി ദൈവമാ, ഇതെല്ലാം മറന്ന് ഇതിനൊന്നും വില കൊടുക്കാതെ മാനസാന്തരപ്പെടാതെ ദൈവത്തിന്റെ സന്നിധി ജീവിക്കുന്ന കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോവോ, നശിപ്പിച്ച് കളയാൻ പോവോ. ഇവരെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ഇവരെ ആമികാല സ്തോത്രം ഞാൻ ആമികാലിൽ ജന്മം കൊടുത്ത്, അല്ലെങ്കിൽ ഇവർക്ക് ആയുസ് കൊടുത്ത്, അല്ലെങ്കിൽ ഇവർക്ക് ഈ നന്മകളെല്ലാം കൊടുത്ത് സന്തോഷമെല്ലാം കൊടുത്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓർത്ത് ഞാൻ എന്ത് ചെയ്യുക, അനുതാപിക്കുന്നു. ഇവർക്ക് ഈ നന്മയെല്ലാം കൊടുത്തതിനെ കുറിച്ച് ഞാൻ അനുതാപിക്കുന്നു, എനിക്ക് വിഷമപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമ്പോ ഈ ജനത്തെ നശിപ്പിച്ച് കളയാൻ പോവുക. അപ്പോൾ ഞാൻ ഓർക്കുക, പ്രിയ മക്കളെ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദേശത്ത് എന്ത് സംഭവിക്കട്ടെ, ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ദേശത്ത് എന്ത് സംഭവിക്കട്ടെ, പക്ഷെ എന്നെ തൊടണമെങ്കിൽ ആരറിയണം? എന്റെ ദൈവം അറിയണം. എന്റെ ദൈവം അറിയണം. ആമേൻ. എന്നെ തൊടണമെങ്കിൽ എന്റെ ദൈവം അറിയണം. അപ്പോഴ് ഈ പ്രിയ മക്കളെ, നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ ചുറ്റുപാടുകളിലെല്ലാം പ്രതികൂലം പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നോഹയുടെ ചരിത്രം. കാര്യം അപ്പോഴെടുത്ത് പറയാം, ആമീ ദേശത്തെ മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞു, ദേശത്തെ മുഴുവനും ദൈവം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ആമീ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോഴും ദൈവമകനായ നോഹയെ കുടുംബത്തെ മാത്രം ആര് സുരക്ഷിതമായി കരുതി? കർത്താവ് കരുതി. എങ്കിൽ എന്റെ കുടുംബത്തെ ആര് കരുതും? എന്റെ ദൈവം കരുതും. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് വന്നാലും നമ്മളെ കൂടെ ആരെ കാണത്തുള്ളൂ? കർത്താവെ കാണും. കർത്താവ് നമ്മളെ കൂടെ ഉണ്ടോ, ബാക്കിയുള്ളതെല്ലാം കൂടെ വന്നോളൂ. അപ്പൊ നമ്മളെ പക്ഷത്ത് ആരാ നിൽക്കേണ്ടത്? കർത്താവ്. നമ്മൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? ദൈവത്തിന്റെ പക്ഷത്താണ്. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നന്മകളും അനുഗ്രഹം ആർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഓർക്കുക, നോഹയെ കർത്താവ് വിളിച്ചു, ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായോണ്ട് മാത്രമാണ് ദേശത്തുനിന്ന് ആരെ വിളിച്ചേ? നോഹയെ തെരഞ്ഞെടുത്തത്. നോഹയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നോഹയോട് ദൈവം എന്ത് ചെയ്തു? ദൂത് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? മഴ പെയ്യിക്കാൻ പോവാ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോവാ. നോഹ ജനിച്ചു കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ നോഹ ജനിച്ചിട്ടോ, നോഹ ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തുവാ മഴയെന്ന് പറയുന്ന കാര്യം ആര് കണ്ടിട്ടില്ല? നോഹയും കണ്ടിട്ടില്ല, നോഹയുടെ മുമ്പ് ജനിച്ച പിതാക്കന്മാരും അല്ലെങ്കിൽ മുമ്പുള്ളവരൊന്നും കണ്ടിട്ടില്ല. അപ്പോഴും മഴ പെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, അത് കേൾക്കുന്ന ജനത്തിനൊരു എന്തുണ്ടാവും? ഒരു പരിഹാസം കാണും. ഇതുവരെ നടക്കാത്ത സംഭവം. എന്തു ഈ മഴ? ഈ വാക്കിന്റെ അർത്ഥം എന്തുവാ? ഇത് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം പറയുന്നത്, നീ എന്ത് ചെയ്യണം? ഒരു പെട്ടകം ഉണ്ടാക്കണം. വെള്ളത്തിൽ ഓടുന്ന സാധനം കരയിൽ ഇരുന്ന് ഉണ്ടാക്കുക, അവന്റെ വീടിന്റെ മുറ്റത്ത് ഉണ്ടാക്കുക. പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ ദൈവം അതിനോടൊപ്പം പറയുന്നുണ്ട്, പെട്ടകത്തിന്റെ നീളം പറയുന്നുണ്ട്,
പെട്ടകത്തിന്റെ ഉയരം പറയുന്നുണ്ട്, പെട്ടകത്തിന്റെ വീതി പറയുന്നുണ്ട്, പെട്ടകത്തിനകത്ത് എങ്ങനെയൊക്കെയാ അമികലരെ സജ്ജീകരണം ചെയ്യേണ്ടത് പറയുന്നുണ്ട്. എത്ര അമികലരെ പെട്ടകത്തിന് എത്ര വാതിൽ വെക്കണം, അത് കിളിവാതിൽ എത്തണമ അല്ലെങ്കിൽ വലിയ വാതിൽ എത്ര, ഇതെല്ലാം ഒരു പ്ലാനോടാണ് ആർക്ക് കൊടുത്തത്? നോഹയ്ക്ക് കൊടുത്തത്. അത് മാത്രമല്ല, നോഹയോട് കർത്താവ് പറഞ്ഞു, ഇന്ന മരത്തിൽ നിന്ന് ഗൊഫോർ മരം കൊണ്ട് മാത്രമേ എന്തുണ്ടാവൂ? പെട്ടകം ഉണ്ടാക്കാവൂ. മരം വരെ ആര് വെളിപ്പെടുത്തി കൊടുത്ത്? ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ പലപ്പോഴും നമുക്ക് കർത്താവ് ചിലതെല്ലാം വെളിപ്പെടുത്തി തരാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ പ്ലാൻ പ്രകാരം പോവാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് കിട്ടാതെ ദൈവത്തിന്റെ വിടുതലുകളോ അത്ഭുതങ്ങളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രാപിക്കുവാൻ കഴിയാത്തത്. ഞാൻ ഒരു കാര്യത്തിനകത്ത് വ്യക്തമായിട്ട് പറയാം, ഈ ദിവസങ്ങളിലുള്ള പ്രാർത്ഥന എല്ലാം പവർഫുൾ പ്രാർത്ഥനയാണ്. ദൈവമക്കൾക്ക് പവർഫുൾ ആക്കുന്ന പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുപോലെ തന്നെ ഇനി നമ്മളിവിടെ തിരുമേശ വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പലപ്പോഴും സ്തോത്രം തിരുമേശയുടെ അന്ന് അത് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന്, തിരുമേശയുടെ അന്നത്തെ ദിവസം തിരുമേശയുടെ മെസ്സേജ് മാത്രമേ കാണൂ, വേറെ മെസ്സേജ് അതിനകത്ത് കൂട്ടിച്ചേർക്കത്തില്ല. നമുക്ക് വേറെ സമയമില്ല. നമ്മൾ പാടുക, ആരാധിക്കുക, അത് കഴിയുമ്പോൾ തിരുമേശ സാക്ഷ്യം പറയുക. തിരുമേശയ്ക്ക് സാക്ഷ്യം പറയുമ്പോൾ തിരുമേശ എടുക്കുന്നവരെല്ലാം എഴുന്നേറ്റ് ചെയ്ത് സാക്ഷ്യം പറയണം. ഒരു വാക്കെങ്കിലും പറയണം. എന്തു പറയണ്ടേ? കൂടുതൽ വാക്കുകളൊന്നുമല്ല, തിരുമേശയുടെ ഫ്രണ്ടിൽ കൂടുതൽ വാക്ക് പറഞ്ഞ് ആ സ്തോത്രം സമയം കളയല്ലേ. തിരുമേശയുടെ ഫ്രണ്ടിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് 2 വാക്ക് പറഞ്ഞാൽ ഇന്ന് ഞാൻ തിരുമേശ കൊള്ളുക, ദൈവം എന്നെ അമ്മേ അതിനായി എന്നെ ബലപ്പെടുത്തണം, എന്റെ പോരായ്മകളോ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇത്രയും പറഞ്ഞിട്ട് ഇരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ദിവസം നമുക്ക് വേറെ ഒരു ശുശ്രൂഷയ്ക്കുമല്ല, തിരുമേശ കഴിഞ്ഞാറുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കും. ഇതായിരിക്കും ആ തിരുമേശയുള്ള ദിവസം. ഇനി തിരുമേശയുടെ ദിവസത്തെ വേറെ മെസ്സേജ് എടുക്കുക, അല്ലെങ്കിൽ തിരുമേശ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൂർണ്ണമാവാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ അതിനകത്ത് എന്ത് വന്നില്ല, ഒരു സന്തോഷം വന്നില്ല, ഒരു പൂർണ്ണത വന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങും എത്തിക്കാൻ പറ്റിയില്ല, എല്ലാം ആ രീതിയിൽ കൂടായിരുന്നു പോയത്. പക്ഷേ തിരുമേശ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, തിരുമേശ ഇവിടെ നടക്കുന്ന തിരുമേശ സ്തോത്രം ഞാൻ ഒരുപാട് ഭയപ്പെട്ടാ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഭയമാണ്. തിരുമേശ എന്ന് പറയുന്ന ദിവസമേ എനിക്ക് ഭയത്തോടാണ് ഞാൻ നിൽക്കുന്നത്. അത് ഭയത്തോടാണ് ദൈവമക്കൾ എടുക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ദൈവം കൊടുക്കുന്ന വിടുതലുകളെ എനിക്ക് കാണാൻ പറ്റി. തിരുമേശ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, തിരുമേശ കഴിഞ്ഞപ്പോഴാണ് കിങ്ങിണിസിന് മേല് ദൈവം ചെയ്തൊരു അത്ഭുതം. ഞാൻ ഓർക്കുക, മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം ഡേറ്റുകൾ ഇങ്ങനെ മാറി അമികാലി സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട വ്യക്തിയെ ദൈവം 2 ദിവസം കൊണ്ട് ദൈവം എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തു. അത് ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്. അത് തിരിച്ചറിയത്തില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയോ, എന്റെ മഹാ അത്ഭുതമായി ചെയ്തത്. അതിന്റെ പിന്നിൽ പല വിഷയങ്ങൾ വരായിരുന്നു, പല നിലവിളികൾ വരായിരുന്നു. പക്ഷെ അതൊന്നും വരുത്താതിരുന്നതിന്റെ കാര്യം എന്തുവാ? ദൈവത്തിന്റെ അത്ഭുതമാണ്. ഞാനപ്പോഴും ദൈവത്തോട് ചോദിച്ചു, തിരുമേശ കൊണ്ടു അതിന്റെ പിറ്റേന്ന് തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, എന്ത് പറയുന്നു? എന്റെ രക്തത്താൽ രോഗി സൗഖ്യം പ്രാപിച്ചു. അതെ, സ്തോത്രം സ്തോത്രം. ഞാൻ ആരെയാ ഭക്ഷിച്ചേ? ദൈവത്തിന്റെ ശരീരവും ദൈവത്തിന്റെ രക്തവും എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കഴിച്ച ആ ദിവസത്തെ ഓർത്തുകൊണ്ട്, അന്നത്തെ അനുഭവത്തെ ഓർത്തുകൊണ്ട് അതിനകത്ത് ഞാൻ പങ്കാളിയാന്ന് ഏറ്റെടുത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതിനകത്ത് ദൈവം ചെയ്തുകൊണ്ട് മറുപടി കഴിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, തിരുമേശ എടുക്കുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ പാസ്റ്റർ പറഞ്ഞു, സഭയിൽ നടക്കുന്നെന്ന് പറഞ്ഞു, അല്ല തിരുമേശ എടുക്കേണ്ടത് അവനവൻ ശോധനയെതിരെ എടുക്കാം. അത്രയ്ക്ക് പവർഫുള്ളാ. അതുപോലെ ഉപവാസ പ്രാർത്ഥന പവർഫുള്ളാ. നമുക്ക് വലിയ പെരുപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും പ്രൈസ് ഹല്ലേലൂയ ഉള്ളത് സ്ട്രോങ്ങാ. അപ്പോഴും ദൈവം ചെയ്യും, അതിന്മേലെല്ലാം എന്ത് ചെയ്യും? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇത് സ്തോത്രം ഇന്നത്തെ ഭൂരിപക്ഷം ജനത്തിനകത്തുള്ള ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? സ്തോത്രം വചനം അറിയാം. നമ്മൾ നേരത്തെ പാടിയപ്പോ ആരാധിച്ചപ്പോ അതിനകത്ത് കൊടുത്ത ചില വരികൾ ചിന്തിക്കണം. ചില കൃപാവരങ്ങളും ചില അഭിഷേകവും ഉണ്ടെങ്കിൽ മാത്രമേ വചനം വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വചനം അറിയാം, വചനം എന്ത് ചെയ്യും? വചനം എനിക്ക് ഭയങ്കര അറിവാ. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം ചില പാസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ, ചില വിശ്വാസികളോട് സംസാരിച്ചപ്പോൾ, ഭയങ്കര അറിവും ജ്ഞാനമുള്ളവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറയാം, പ്രൈസ് ലോർഡ് സ്തോത്രം, മെഡിസിൻ ഒരു വിഷയമല്ല. മെഡിസിൻ നമുക്ക് എടുക്കാം, ഒരു വിഷയമില്ല. ഞാൻ നിങ്ങൾ അത് ഏത് അർത്ഥത്തിലായി പറയുന്നത്? പ്രൈസ് ലോർഡ്.
ഞാൻ മെഡിസിൻ എടുക്കുന്നവർ കുറ്റമല്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, മെഡിസിൻ എടുക്കുന്നവർക്ക് കുറ്റമല്ല. ഇപ്പം അങ്ങനെ അത് കഴിഞ്ഞ ദിവസം ചെയ്തത് വലിയ മെറുക്കളാണ്. അവിടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, മെഡിസിൻ എടുക്കാൻ പോകുമ്പോഴും നിങ്ങളെ ഉള്ളതിനകത്ത് എന്ത് വേണം? ഇത് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കണം എങ്കിലേ സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയുക. ഒരു 10-20 കൊല്ലത്തിന് മുമ്പേ അല്ലെങ്കിൽ ഒരു 25 കൊല്ലത്തിന് മുമ്പേ സ്തോത്രം ഗർഭിണിയായ ഒരു ആമേകാല സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ സ്കാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇന്ന് ഒരു ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസവത്തിന്റെ ആ നിമിഷം വരെ ഒരു 7 സ്കാനിങ് കഴിഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇത് റേഡിയേഷൻ ആയത് തെറ്റാണ്, ഇത് സ്തോത്രം കേടാന്നാ പറയുന്നത്. പക്ഷെ അത് ചെയ്യുന്നു. അപ്പോഴേക്ക് പറയാറുണ്ട്, കുഞ്ഞിന്റെ ചലനം നോക്കാനാ അല്ലെങ്കിൽ വയറ്റിലെ പൊസിഷൻ എവിടാണെന്ന് നോക്കാനാന്ന് പറയുന്നത്. പക്ഷെ ഒരു 25 കൊല്ലത്തിന് മുമ്പേ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് എങ്ങനെയായിരുന്നു ഈ പൊസിഷൻ എല്ലാം അറിഞ്ഞേ? അന്നത്തെ ഡോക്ടേഴ്സിന് അതിനുള്ള കഴിവുകളും ഉണ്ടായിരുന്നു. അവർ ആ വയറ്റിനകത്ത് കൈവെക്കുമ്പോൾ അവർക്കറിയായിരുന്നു ആ ചലനം എന്തൊക്കെയാണെന്ന് അറിയായിരുന്നു. ആ നാഡീ നരമ്പിന്റെ അകത്തുള്ള ഓരോ പ്രവർത്തനങ്ങളും ആർക്കറിയായിരുന്നു? ഡോക്ടർക്ക് അറിയാം. സ്വതന്ത്രം ഇന്ന് പഠിച്ചിറങ്ങുന്ന പലർക്കും എന്തില്ല, ഈ മിഷൻ എല്ലാം ഉണ്ടെങ്കിലേ അറിയാവൂ. മിഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവർക്ക് അറിയത്തില്ല. സ്തോത്രം. അന്ന് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. ഇല്ലേ? ദൈവം കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. എങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറയുക, കഴിഞ്ഞ ദിവസവും ചെയ്ത ദൈവം ചെയ്ത മെറുക്കള, ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത മെറുക്കള. ഞാൻ അതാ വിശ്വസിക്കുന്നത്, ഞാൻ അതാ ഏറ്റെടുക്കുന്നത്, ഞാൻ അതിനാ ദൈവത്തെ സ്തുതിക്കുന്നത്. കാര്യം ദൈവം അല്ലാതെ ഇറങ്ങാതെ ഇത് നടക്കത്തില്ല. ദൈവം ഇറങ്ങി ചെയ്തതാണ്. സ്തോത്രം. ദൈവം ചെയ്ത മെറുക്കള. സ്തോത്രം. പ്രാർത്ഥനയാലും മാറാം. സ്തോത്രം. അപ്പൊ ഞാൻ മെഡിസിൻ എടുക്കുന്നവരെ കുറ്റം പറയുമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെഡിസിൻ എടുക്കാൻ പോയാലും നിങ്ങൾ എന്തിനു പോയാലും ആര് കൂടെ കാണണം? യേശു കൂടെ കൊണ്ടാവണം. എങ്കിലേ അത് സക്സസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അതൊരു പരാജയമേ ആവത്തുള്ളൂ. ഇല്ലേ? പരാജയമേ ആവത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് എടുത്തതായി പറയുക, ദൈവം പറഞ്ഞു, കർത്താവായ യേശുവിന് ഒരിടത്ത് കുരുടന് കാഴ്ച കൊടുക്കുവാൻ ചെളിയിൽ തുപ്പി ആ ചെളി ഉരുട്ടി അവന്റെ കണ്ണുമേൽ പുരട്ടി. അതൊരു മെഡിസിന് തുല്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചെളിയെല്ലാം പുരട്ടി കഴിഞ്ഞാൽ എങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെളി തുപ്പിയിട്ട് ചെളി അങ്ങ് ധരിച്ചാൽ പോലെ. നീ എന്തിനാ ഈ മെഡിസിൻ കഴിക്കുന്നത്? സൂത്രം എന്തിനൊക്കെ കഴിക്കുന്നത്? കർത്താവ് പറഞ്ഞതാ. കർത്താവ് അതിനകത്ത് വേറെ കാര്യം പറഞ്ഞു. നീ സ്നാനപ്പെടുത്തുമ്പോൾ പരിഷ്കാരം കൂടി സ്നാനപ്പെടുത്തുമ്പോൾ ഒരു ബക്കറ്റിനകത്ത് 1 കപ്പ് വെള്ളം എടുത്തത് തലയൊഴിച്ച് അവിടെ സ്നാനമാകും. വെള്ളത്തിൽ മുങ്ങുന്നുണ്ടല്ലോ. ഇപ്പോഴും നീ അത് ചെയ്യുന്നുണ്ടല്ലോ. എന്താ പരിഷ്കാരം വന്നിട്ട് അതെന്താ മാറ്റാനേ? ഇതൊരു മെഡിസിനാണ്. എന്നിട്ട് അടുത്തത് പറയുക, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, രോഗിയായി കിടക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ രോഗിയായി കിടക്കുന്നവരെ നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിപ്പീൻ. അതൊരു മെഡിസിനാണ്. കർത്താവോട് മെഡിസിൻ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ആരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്? സ്തോത്രം. ആരെ വിളിച്ച? മൂപ്പന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് പുരട്ടുവീൻ, എങ്കിൽ നിനക്ക് സൗഖ്യമുണ്ടാവും. അതെന്തുവാ? മെഡിസിനാണോ? കർത്താവ് പറഞ്ഞ എണ്ണയെ നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവന് ചൂട് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി അതിന് തേച്ച് നീ പ്രാർത്ഥിച്ചാൽ മതി. ആരെ വിളിക്കാനാ പറഞ്ഞേ? ജപ്പറ ഡോക്ടറിനെയും കൃഷ്ണമൂർത്തി ഡോക്ടറിനെയും ഇവരെ ചെയ്യാനാണോ പറഞ്ഞേ? ആരുടെ നാമത്തിൽ ചെയ്യാനാ പറഞ്ഞേ? കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തി. അവിടെ ആര് വിടുതൽ കൊടുക്കും? ദൈവം വിടുതൽ കൊടുക്കും. ജപ്പറ ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു. നിനക്ക് പ്രശ്നം വരുമ്പോ എന്തിനാ നീ കൃഷ്ണമൂർത്തി ഡോക്ടറിന്റെ അടുത്തും ജബ്ബാർ ഡോക്ടറിന്റെ അടുത്തും സ്തോത്രം അല്ലെ സൂത്രയുടെ അടുത്തെല്ലാം പിന്നെ എന്തിനാ നീ ഓടുന്നേ? എന്നിട്ട് കർത്താവിന്റെ നാമം ഇതിനകത്ത് കൂട്ടിച്ചേർക്കട്ടെ ആണോ? എന്നിട്ട് അടുത്തത് പറയുക, ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഔവയെ സൃഷ്ടിക്കുമ്പോൾ ആദാമിന് ഗാഢനിദ്ര കൊടുത്തു, അതിൽ നിന്ന് വാരിയലെടുത്തു. അവിടെ ദൈവം ചെയ്തത് അൻസേഷ്യയാണ്. അൻസേഷ്യ കണ്ടുപിടിച്ച അവിടുന്ന
ഒരു മനുഷ്യന് ഗാഠനത്തിന് കൊടുത്താൽ അവന്റെ ശരീരത്തിൽ എന്ത് ചെയ്താലും അവൻ അറിയത്തില്ലെന്ന് മനസ്സിലാക്കി ചില ഡോക്ടേഴ്സുമാർ ചെയ്തത് അത് ശരിയാ. പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ അനുസരിച്ച് എടുക്കാനാണെന്ന് പറഞ്ഞു. നിന്റെ നാഡീ നരമ്പ് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും സൗഖ്യമാക്കുവാനും വിടിവിക്കുവാനും ആർക്ക് കഴിയും? നസ്രനായ യേശുവിന് കഴിയും. നീ പാപം ചെയ്യേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ നിന്റെ ബലഹീനതയ്ക്ക് വേണ്ടി നീ ഒരിക്കലും ആരെ കൂട്ടുപിടിക്കല്ലേ? കർത്താവിനെ കൂട്ടുപിടിക്കല്ലേ. നീ മരുന്ന് കഴിക്കുന്നത് ഇപ്പൊ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, യേശു വെച്ചാൽ ഈ വേദന മാറ്റാൻ കർത്താവിന് കഴിയും, പക്ഷെ എനിക്ക് അതുവരെ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യുക? ഒരു ഗുളിക കഴിച്ചു, മരുന്ന് കഴിച്ചു. അതാര് ക്ഷമിക്കും? കർത്താവ് ക്ഷമിക്കും എന്ന് പറഞ്ഞ് ഇത് കഴിച്ചോളാൻ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. കാര്യം അന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ 25 വർഷത്തിന് മുമ്പ് സ്കാനിങ് വേണ്ടായിരുന്നു ഡോക്ടറിന്. സ്തോത്രം, ആ സഹോദരിയുടെ വയറ്റിൽ തൊടുമ്പോ തന്നെ പറയും കുഞ്ഞിന്റെ പൊസിഷൻ തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെയാണെന്നുള്ളത് പറയുവാൻ. അതിനും കഴിവുള്ള നാഡീ വൈദ്യന്മാർ, അതിനും കഴിവുള്ള ദൈവം കൃപാവരം കൊടുത്ത വൈദ്യന്മാർ അന്നും എവിടെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? യേശു ജീവിച്ചിരുന്ന കാലത്തും ഉണ്ടായിരുന്നു, ഇല്ലയോ? അതുകൊണ്ടല്ലേ പറഞ്ഞ ഒരു വചനത്തിനകത്ത് പറയുന്നു, എന്റെ കയ്യിലെ സകല പൈസയും ചെലവിട്ടു, വൈദ്യന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെലവിട്ടു, വിറ്റു മടക്കി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു, എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. പക്ഷെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടപ്പോൾ സ്തോത്രം, രക്തസ്രാവ് പിടിച്ചവൾ, വർഷങ്ങൾ കൊണ്ട് രക്തസ്രാവ് പിടിച്ചവൾ, നാറ്റം പിടിച്ചവൾക്ക് സൗഖ്യം വന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാണ്. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അവിടെ ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. ഞാൻ സ്തോത്രം വയറിനകത്ത് അല്ലെങ്കിൽ ഉദരത്തിനകത്ത് ഒരു രോഗിയായിരിക്കുന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളത്തിനകത്ത് ഉദരത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുവാൻ പറ്റുന്ന ഒരു കാര്യം എന്തുവാ? ഒരു ഗ്ലാസ് വെള്ളം. സ്തോത്രം. ശരീരത്തിനകത്തല്ലയോ നിന്നെ വേദനിപ്പിക്കുന്നത്, ആ വെള്ളം എടുത്തോണ്ട് പോവാ. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസത്തെ തന്നു, അത് നിങ്ങൾ വിശ്വാസത്തെ കുടിച്ചു, നിങ്ങൾക്ക് സൗഖ്യം. സ്തോത്രം. അവിടെ മെഡിസിനായോ? വെള്ളം മെഡിസിനായോ? അവിടെ എന്ത് പറ്റി? ദൈവത്തിന്റെ ആത്മാവ് ആ വെള്ളത്തിനകത്ത് പരിവർത്തിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനകത്ത് പരിവർത്തിച്ചു. എണ്ണയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. എണ്ണ ദേശത്ത് വന്നപ്പോൾ എന്തെങ്കിലും നിനക്ക് സൗഖ്യം വന്നു. അല്ലാതെ ഇത് ഒരിക്കലും എന്തിനു ചേർക്കല്ലേ? മെഡിസിനകത്ത് വരട്ടെ. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിനെ കർത്താവ് യേശുവിന്റെ അടുത്ത് രോഗി വരുമ്പോൾ ഈ വൈദ്യനെ വിളിച്ചേനെ, മുല്ലശ്ശേരി വൈദ്യനെ അല്ലെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞേനെ, വൈദ്യ നീ മരുന്നോട് പറഞ്ഞോ. അല്ലെങ്കിൽ യേശു പറഞ്ഞേനെ, ഇന്ന ഞാൻ പ്രാർത്ഥിക്കാം, എന്നിട്ട് നീ വൈദ്യന്റെ അടുത്ത് പോയിട്ട് മരുന്നോട് മേടിച്ച് കഴിച്ചോളാം പറഞ്ഞോ. അന്ന് മെഡിസിൻ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? വൈദ്യന് വരണമെങ്കിൽ എന്നുണ്ടാവണം മെഡിസിൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ അടുത്ത രോഗം ഉണ്ടാവുന്ന മെഡിസിൻ അല്ല അന്നത്തെ പ്യുവർ മെഡിസിൻ ആയിരുന്നു, നല്ല മെഡിസിൻ ആയിരുന്നു. സ്തോത്രം. കർത്താവ് യേശുവിൻ പറഞ്ഞു, രോഗികളെ ഞാൻ സൗഖ്യമാക്കി, മരിച്ചവനെ ഉയർപ്പിച്ചു. കാര്യം എന്തുവാ? ദൈവം തമ്പുരാന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് കർത്താവ് സ്ഥാപിച്ചു തന്നതാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിനകത്തും എന്ത് വന്നാലും ആർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിനെ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അത് നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. അത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ചെയ്യാൻ പറ്റും. നീ ഒരിക്കലും പാപം ചെയ്യേണ്ടതിന് വേണ്ടി യേശുവിനെ കൂട്ടുപിടിക്കരുത്. ബൈബിളിനെ എന്ത് ചെയ്യല്ലേ? വചനത്തെ എന്ത് ചെയ്യല്ലേ? ഒടിച്ചു മടക്കല്ലേ. ഞാൻ ആ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചപ്പോഴേ ഞാൻ ചിന്തിച്ചെന്തുവാ? കൃപാവരങ്ങളും അഭിഷേകം ഉള്ളവരും മാത്രമേ വചനവും വെളിപ്പെട്ട് കിട്ടൂ. അല്ലെങ്കിൽ വചനത്തിനകത്ത് അറിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വചനം എന്ത് ചെയ്യത്തില്ല, അവന് വെളിപ്പെട്ട് കിട്ടുന്നില്ല. വചനം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്ക് ചില അഭിഷേകം വേണം, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം. യേശുവിനോടൊപ്പം ശിഷ്യന്മാർ നടന്നു. യേശുവിന്റെ സകല അത്ഭുത സാക്ഷ്യങ്ങൾക്കും അവരെന്ത് ചെയ്യായിരുന്നു? സാക്ഷികളായിരുന്നു. അതേപോലെ യേശു അവരെ പലയിടത്തും അയച്ചു, പലർക്കും സൗഖ്യവും വിടുതലും കൊടുത്തു യേശുവിന്റെ നാമത്തിൽ. എങ്കിലും യേശു പിടിക്കപ്പെട്ടവർ ഓടിക്കളഞ്ഞു. പിന്നെ അവര് ബലപ്പെട്ടു വന്ന എപ്പോഴാ? അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോഴാ നമ്മൾ നോക്കുന്നത് 3-ാം അധ്യായത്തിനകത്ത് 2-ാം അധ്യായത്തിനകത്ത് വായിച്ചു വരുമ്പോൾ അവരുടെ മേലൊരു അഭിഷേകം വെളിപ്പെട്ടു. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അഭിഷേകം കിട്ടിയവർ അടങ്ങിയിരുന്നില്ല, അവർ പുറത്തിയായി. എന്നിട്ട് അവര് ഭയത്തോടാണ് എവിടെ ഇരുന്നത്? അഭിഷേകം കിട്ടുന്ന മുമ്പേ മർക്കോസിന്റെ മാളികയിൽ ഇരുന്നത്.
അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ധൈര്യമായി പുറത്തിറങ്ങി വന്നു. പുറത്തിറങ്ങി വന്നിട്ട് പത്രോസ് വിളിച്ചു പറയുക, മറ്റൊരുത്തിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മീതിലും ഒറ്റ നാമമേ ഉള്ളൂ, അത് നസ്രനായ യേശുവിന്റെ നാമമേ ഉള്ളൂ. ആ പേര് പറയാൻ നേരവാ, ആ പേര് പറയാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞത്. ആ പേര് പറയാൻ ഭയപ്പെട്ടത് കൊണ്ട്. അപ്പോഴെന്തുണ്ട്? അതിനു മുമ്പേ യേശുവിന്റെ നാമത്തിൽ ദൈവം പറയുന്നു, ശിഷ്യന്മാരെ ഞാൻ ഈരണ്ടായിട്ട് പല ഗ്രാമത്തിലേക്ക് അയച്ചു, അവരവിടെ പോയി സൗഖ്യമാക്കി. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവ് യേശുപ്പച്ച ഞങ്ങൾ ഒരുപാട് പേരെ സൗഖ്യമാക്കി, ഒരുപാട് പേരെ വിടുവിച്ചു. ഇതെല്ലാം യേശുപ്പച്ചനോട് പറഞ്ഞപ്പോ യേശുപ്പച്ചൻ പറഞ്ഞു, ഞാൻ കണ്ടു ആകാശത്ത് സ്തോത്രം പിശാചിന്റെ കെട്ടുകൾ അഴിയുന്നത് ഞാൻ കണ്ടു. അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം ചെയ്ത വ്യക്തികളാണ് കർത്താവ് യേശുവിനെ പിടിക്കപ്പെട്ടപ്പോ എന്ത് ചെയ്തു? ഓടിക്കളഞ്ഞത്. ഈ 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞത്. പക്ഷേ അഭിഷേകം കിട്ടിയപ്പോൾ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശുശ്രൂഷ അവരുടെ മേൽ വീണപ്പോൾ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു കൃപാവരം അവരുടെ മേൽ വീണപ്പോൾ, ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പവർഫുൾ അവരുടെ മേൽ വീണപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് അവരുടെ മേൽ കാത്തിരുന്നപ്പോൾ, അവർ വില കൊടുത്തപ്പോൾ, ഈ ദൈവത്തിന് മാത്രമേ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുള്ളൂ എന്ന് പൂർണ്ണ തിരിച്ചറിവ് അവരുടെ മേൽ വന്നപ്പോഴാണ് അവർ മർക്കോസിന്റെ മാളിയെ കാത്തിരുന്നത്. കർത്താവിന് അവരെ പൂർണ്ണമായി വിടുവിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞാണ് അവർ കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ ഭാഷകളെല്ലാം എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവര് വല മീൻ പിടിച്ചുകൊണ്ടിരുന്നവര് യേശു വിളിച്ചപ്പോ എന്ത് ചെയ്തു? മീനും പടലെല്ലാം വിട്ട് സ്വന്തക്കാരെ ബന്ധുക്കളെ വിട്ടു. ആരുടെ പിന്നാലെ പോയി? യേശുവിന്റെ പിന്നാലെ പോയി. അപ്പോഴ് കർത്താവിനെ കൊണ്ട് കഴിയുന്ന അവർക്കറിയാം, അനുഭവിച്ചതാ. എന്നിട്ട് അവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? പല ശുശ്രൂഷകളും ചെയ്യിപ്പിച്ചു, മിറക്കിൾ ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ചു. അപ്പോഴും അവർക്കറിയാം ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം പിടിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ പിടിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ, യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? നിരാശപ്പെട്ടു പോയി. കാര്യം എന്തുവാ? അവർക്കൊറ്റ രക്ഷിതാവേ അറിയാവൂ, നസ്രനായ യേശുവിനെയാണ്. പക്ഷെ യേശു അവർക്ക് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും എന്ത് ചെയ്തു? അവർ മറന്നുപോയി. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. 3-ാം നാൾ കർത്താവ് യേശുവിനെ എവിടെല്ലാം വെച്ച് പറഞ്ഞു, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ കാത്തിരിക്കണം. പക്ഷെ അതെല്ലാം അവരെന്ത് ചെയ്തു? മറന്നുപോയി. മറന്നുപോയിട്ട് പഴയ പണി എങ്ങോട്ട് പോയി? പണ്ട് ഉപേക്ഷിച്ച പണി ചെയ്യാൻ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി. മീൻ പിടിക്കാൻ അറിയാത്തവരോട് കൂടെ കൂട്ടി മീൻ പിടിക്കാൻ വേണ്ടി എങ്ങോട്ട് പോയി? കടലിലേക്ക് പോയി. പക്ഷേ കർത്താവ് യേശുവിനെ അവർക്ക് അവിടെ വെച്ച് തിരുത്തി കൊടുത്തു. കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി, അവർക്ക് വെളിപ്പെടുത്തു. അവരുടെ വിശ്വാസം പിന്നെയും കൂടി. കർത്താവ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി കാത്തിരിപ്പീൻ. കർത്താവിന്റെ സ്വകാരോണം അവരെ കണ്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കാത്തിരുന്നു. അപ്പോഴും അവരുടെ മേളിൽ എന്തുണ്ട്? ഭയമുണ്ട്. ഭയം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ മാളികയിൽ അവർ ഒളിച്ചിരുന്നപ്പോൾ അവരുടെ മേൽ എന്തുണ്ടായി? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന പരിപാടിയെല്ലാം അതോട് മതിയാക്കി. ഏത് നാമത്തെ അവർ ഭയപ്പെട്ടു പറയുവാൻ, ആ നാമത്തെ അവർ ഉയർത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വതം മറ്റൊരുത്തലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലിലും ഒരു നാമമേ ഉള്ളൂ, അത് നസ്രനായ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളോട് പറയുന്ന കാര്യമില്ല, നമ്മൾ ആരെന്ന് തിരിച്ചറിയും. ഞാൻ ദൈവസഭയെ പോയെന്ന് പറഞ്ഞ് തിരിച്ചറിയത്തില്ല, ഞാൻ പാസ്റ്ററുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചറിയത്തില്ല, ഞാൻ പാസ്റ്ററാന്ന് പറഞ്ഞിട്ടും തിരിച്ചറിയത്തില്ല, ഞാൻ വിശ്വാസിയാന്ന് പറഞ്ഞാലും തിരിച്ചറിയത്തില്ല. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം അത് നിലനിന്ന മാത്രമേ ഞാൻ ആരെന്ന് തിരിച്ചറിയത്തുള്ളൂ. ആ തിരിച്ചറിഞ്ഞൊരു ദൈവ പൈതലിനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? അവൻ തിരിച്ചറിഞ്ഞു കർത്താവായ ദൈവമാരെന്ന്, യേശു ആരെന്ന് തിരിച്ചറിഞ്ഞു. കാര്യം എന്തുവാ? യേശു കാൽവരി ക്രൂശിൽ പിശാചിന്റെ തല തകർത്തു. യേശു പറഞ്ഞു, മത്തായി സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, സ്വർഗത്തിന്റെ ഭൂമിയുടെ സകലത്തിന്റെ താക്കോൽ എന്റെ പക്കലുണ്ട്. അപ്പോൾ സ്വർഗത്തിന്മേലും ഭൂമിക്കും സകലത്തിന്മേലും അധികാരി ആരാണ്? കർത്താവായ യേശുവാണെങ്കിൽ, എന്റെ രക്ഷിതാവ് യേശുവാണെങ്കിൽ, ഞാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിയെ ഭയപ്പെടത്തില്ല. ഭയപ്പെടുന്നതിന്റെ കാര്യം എന്തുവാ?
കർത്താവെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവ് ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ പവർ തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിന്റെ കരുതൽ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞൊരു ദൈവ പൈതൽ, ഞാനൊരു കാര്യം പറയാം, തിരിച്ചറിഞ്ഞ ദൈവ പൈതലിന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ അല്ലെങ്കിൽ ഭവനത്തിലുള്ളവരോ എല്ലാം വെറുപ്പിച്ച് അവനെ മാറ്റി നിർത്തിയാലും അവൻ ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? എടാ, ഇതിലും അപ്പുറത്തെ സ്നേഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഇതിലും അപ്പുറത്തെ കരുതലിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒരു ദൈവ പൈതലിന്റെ ഒരു ആവശ്യം വന്നാൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ പലരെ ദൈവം എനിക്കായി എഴുന്നേൽപ്പിക്കും. അവിടെ എനിക്ക് ആളില്ലയോ എന്താണെന്ന് നീ ഭയപ്പെടേണ്ട. സമയത്ത് ആരെ എഴുന്നേൽപ്പിച്ചോളൂ? കർത്താവ് എഴുന്നേൽപ്പിച്ചോളൂ. ചിലപ്പം നിന്റെ അടുത്ത ബന്ധുവാവാം, അടുത്ത സുഹൃത്താവാം, ചിലപ്പോൾ നിന്റെ ശത്രു വരെ ആവാം. അവനെ വരെ ആരെഴുന്നേൽപ്പിക്കും? ദൈവം എഴുന്നേൽപ്പിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ സ്നേഹം. കാര്യം എന്തുവാ? അതുകൊണ്ട് എപ്പോഴും ദൈവം പറഞ്ഞ ദൈവത്തിനെ പറഞ്ഞ, ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ കുറിച്ച് ഭയപ്പെടത്തില്ല. ശത്രുക്കൾ 10,000 എഴുന്നേൽക്കട്ടെ, എനിക്ക് ഭയമില്ല. കാര്യം എന്തുവാ? എന്റെ പക്ഷത്ത് ദൈവമുണ്ടെങ്കിൽ ഞാൻ അതിനെ ജയിച്ചിരിക്കും. സ്തോത്രം. ഞാൻ കണക്കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എടുത്തോട്ട് വരാം. നോഹയോട് പറഞ്ഞു, നീ ഗോഫോർ മരം കൊണ്ട് ഒരു പെട്ടകം പണി. അതിന്റെ ഉയരം, അതിന്റെ വീതി, അതിനകത്ത് വെക്കേണ്ട തട്ട്, ഇതെല്ലാം ആര് വെളിപ്പെടുത്തി കൊടുത്ത്? കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് മഴ വരും, പെട്ടകം പണിയണം, പെട്ടകത്തിന്റെ നീളം ഇത്രയുമാ, വീതി ഇത്രയുമാ, 3 തട്ട് വെക്കണം, മേളിലൊരു കിളിവാതിൽ വെക്കണം, സെൻട്രൽ ഒരു നല്ല വാതിൽ വെക്കണം, അതിൽ കൂടെ ആയിരിക്കണം എല്ലാവരും കയറേണ്ടത്. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ പെട്ടകം പണിയാതിരുന്നാൽ വല്ല കാര്യം നടക്കൂ? ഇന്നത്തെ സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാം സംഭവിക്കുന്ന ഇതാ, എല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നില്ല. ഇറങ്ങിത്തിരിക്കാതെ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പറ്റും. അതുകൂടെ ലോകം എന്തു പറയുന്നാലും ചാടി മുന്നിൽ നിന്ന് ചെയ്യുന്നത്, ലോകത്തിന്റെ പിന്നാലെ ഓടുന്നത്. പക്ഷെ എന്റെ പെട്ടകം ഞാൻ പണിയണം, പണിതാൽ മാത്രമേ എനിക്ക് വിടുതൽ ഉണ്ടാവത്തുള്ളൂ. അല്ലേ കർത്താവായ യഹോവയായ ദൈവത്തിന് സ്തോത്രം മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മള് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധികം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞേ, ആപ്പിൾ ഉണ്ടാവട്ടെ, വായു ഉണ്ടാവട്ടെ, വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോ എല്ലാം ഉണ്ടായി. അന്ന് നോഹ ഇത്രയെല്ലാം ജീവിക്കുന്ന വ്യക്തിയാണ്. പാവപ്പെട്ടവന്. അവനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? പെട്ടകം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്താൽ പോരായിരുന്നു. നോഹ വിശ്വസ്തനാ. ആ കൂട്ടത്തിനകത്ത് വിശ്വസ്തനായി ജീവിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. സ്തോത്രം. അതിന്റെ കഷ്ടപ്പാട്, അതിന്റെ പ്രതികൂലം, അതിനുവേണ്ടി കൊടുക്കുന്ന വില കൊടുത്താൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. ഇത് തന്നെ ദൈവമക്കളെ നമുക്കുള്ളത്. നമ്മൾ കേട്ടാ പോരാ, നമുക്ക് വചനമെല്ലാം അറിയാം. ഇന്നത് പാപമാണെന്നറിയാം, ഇന്നത് തെറ്റാന്നറിയാം. സ്തോത്രം. അത് അറിഞ്ഞാൽ മാത്രം പോരാ, അതിനോട് എതിർത്ത് നിൽക്കണം. അത് ഞാനുമായിട്ട് ബന്ധമില്ലെന്നുള്ള രീതിയിൽ ജീവിക്കണം. അത് ഞാനുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയത്തില്ലെന്നുള്ള പൂർണ്ണബോധ്യത്തിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ ഞാനും നിങ്ങൾ വാരുണ്ടാവത്തുള്ളൂ, ദൈവത്തിന്റെ മക്കളാവത്തുള്ളൂ. ഇന്ന് അറിവുണ്ട്, സ്തോത്രം, കഴിവുണ്ട്, പക്ഷെ പെട്ടകം പണിയാൻ പറ്റത്തില്ല. പെട്ടകം പണിയാതെ രക്ഷപ്പെടാനും പറ്റത്തില്ല. നോഹയുടെ പെട്ടകം പണിയുവാൻ താമസമെടുത്തു. ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല പെട്ടകം പണിത്. പെട്ടകം പണിയുന്നതനുസരിച്ച് കാണുന്ന ആൾക്കാരെല്ലാം നോഹയുടെ വീട്ടിൽ കടന്നു വരുന്നുണ്ട്. എന്തിനാ ഈ പെട്ടകം പണിയുന്നത്? നോഹയുടെ ഒന്ന് ദൂതാ പറയാം. എന്തോ ദൂതാ പറയുന്നേ? എന്തോ ദൂതാ പറയുന്നേ? മഴ പെയ്യാൻ പോവാ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, മാറിക്കൂ. ദൈവം ദേശത്തെ എന്ത് ചെയ്യാൻ പോവാ? തകർക്കാൻ പോവാ. എന്നോട് ദൈവം പറഞ്ഞു, നീ പെട്ടകം പണിതോളാൻ, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും.
കാര്യം നീയും നിന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് രക്ഷ പ്രാപിക്കും. കേൾക്കുന്നവർക്കെല്ലാം എന്തുവാ തോന്നി? ഇവര് വട്ട. ഇന്ന് നമ്മൾ ചിലവരോട് ചിലത് പറയുമ്പോ ചിലർക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾ മാത്രമല്ലല്ലോ ഇങ്ങനെ, നിങ്ങളെ കൂട്ടത്തിൽ ഉള്ളവരുണ്ട്, അവരും പോകുന്നു ഇവരും പോകുന്നല്ലോ, അവർക്കൊന്നും ഇല്ലല്ലോ ഇത്രയും. അവരും പ്രാപിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും അതുകൊണ്ടാ പറയുന്നത്, ഞാൻ അവരെ കാണാനോ ഇവരെ കാണാനോ വന്നതല്ല, ഞാൻ പ്രാപിക്കാൻ വന്നത്. എന്റെ റൂട്ട് കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ റൂട്ടിൽ പോയാലേ എനിക്ക് വല്ലതും പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്തുവാ? ഈ ലോകത്തുനിന്ന് എപ്പോഴായാലും ഞാൻ മാറ്റപ്പെടണം. മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു വാസമുണ്ട്. ആ വാസം അതിന്റെ വിഷയം. അതെനിക്ക് ഇവിടെ നിന്ന് കെട്ടിയാലേ ചിലതല്ല അവിടെ കെട്ടിയിരിക്കത്തുള്ളൂ, എനിക്ക് വേണ്ടി ഉറപ്പോടിരിക്കത്തുള്ളൂ. ഇവിടെ വെച്ച് കെട്ടാനാ ഏൽപ്പിച്ചേക്കുന്നത്. ചിലതല്ല ഇവിടുന്ന് അഴിച്ചാലേ അവിടെ അഴിയത്തുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ വചനം ഓർക്കണം. പ്രൈസറോ, ദൈവവചനം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മുമ്പന്മാർ പിമ്പന്മാര്, പിമ്പന്മാർ മുമ്പന്മാർ. നമ്മൾ പിമ്പന്മാരാന്ന് പറഞ്ഞ പലരും ഇപ്പൊ മുമ്പന്മാരായിക്കൊണ്ടിരിക്കും. മുമ്പന്മാരെന്ന് പറഞ്ഞ പലരും ഇപ്പൊ എന്ത് ചെയ്യുക? പിമ്പന്മാരായിക്കൊണ്ടിരിക്കും. സ്തോത്രം. വചനം അറിയാം, ആരാധന അറിയാം, ആരാധന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മാറുന്നില്ല എങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ചില നേഴ്സുമാരെ പേടിയാണ്. ചില നേഴ്സുമാരെ പേടിയാണ്. ഇവരുടെ ധാരണ ഡോക്ടറിനാട്ടി അറിവുണ്ടെന്ന് എന്നതാണ്. വല്ല രോഗം പറഞ്ഞ കുറെ പൊട്ടത്തരം പറഞ്ഞു, പ്രിയ ദൈവമക്കളെ, അവരുടെ അടുത്തൊന്നും പോയി തല വെച്ച് കൊടുക്കില്ല. നിങ്ങൾ പോവാണെങ്കിൽ അറിവുള്ളവന്റെ അടുത്ത് കൊണ്ടുപോകും, അത് ചെയ്യുന്നവന്റെ അടുത്ത് കൊണ്ടുപോകും. ഇവര് ഡോക്ടർ പറഞ്ഞു കൊടുക്കും, അസിസ്റ്റന്റ് ഇതാണ് സാധനം, ഇതിങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ പഠിപ്പിക്കും. സിസ്റ്ററിന്റെ പരിപാടി എന്തുവാ? ഡോക്ടർ എന്ത് പറയുന്നു അത് എടുത്തു കൊടുക്കുക. ഡോക്ടർ സ്വന്തം ഒരു പനിയായിട്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് ചെന്നു, ഡോക്ടറിന്റെ അടുത്തിരുന്നു. ഡോക്ടർ നോക്കിയിട്ട് അവർക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഉടനെ തന്നെ സിസ്റ്ററിന്റെ ഐഡിയയിലുള്ള പേരിലുള്ള ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. ഡോക്ടർ എഴുതി കൊടുത്ത ഇഞ്ചക്ഷൻ ഈ അളവിനായിട്ട് കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്, അത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സിസ്റ്റർ. ഉടനെ സിസ്റ്റർ ഈ അളവിൽ കൊടുത്താൽ ഈ രോഗം മാറും. അത് ഡോക്ടറെ അറിയാവോ ആ രോഗം എങ്ങനെ മാറും, ഏതെല്ലാം ഡോസാണ് കൊടുക്കേണ്ടത് ആർക്കെ അറിയാവോ? അവിടെ പ്രിയ ദൈവങ്ങളെ, ഡോക്ടറെ കാണാൻ പോയല്ല ഇവരെ കൊള്ളാം, നല്ലതാണ്, സഹായത്തിനല്ല, ഡോക്ടറെ പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ സ്തോത്രം മീഡിയേറ്ററായിട്ട് നിർത്താനെല്ലാം കൊള്ളാം. അല്ലാതെ ഇവര് പറയുന്ന പൊട്ടത്തിലൊന്നും കേട്ടാൽ നമ്മുടെ ജീവിതം പോക്കാം. ചിലവരുടെ അഭിപ്രായം പറച്ചില് കേട്ടാൽ സ്തോത്രം. ഇന്നാളെ ഒരു സ്തോത്രം ഒരു എക്സ്റേ കണ്ടിട്ട് ഒരു സിസ്റ്റർ അഭിപ്രായം പറയുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞ നെഞ്ചി കൈവച്ചു കഴിഞ്ഞു. ഞാൻ ഓർത്ത് ഇവരെല്ലാം ഡോക്ടർ ആവാനേ ഭാഗ്യം പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു ദൈവമായി, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം ചോദിക്കാം. അല്ലാതെ ചുമ്മാ പോയി ചെന്ന് അവര് പോന്ന് ഇവര് പോന്ന് അവരോട് ചോദിക്കാന്ന് പറഞ്ഞ് പോയി ചോദിക്കല്ല. കാര്യം എന്തുവാ? അവൻ ഇതുവരെ അനുഭവിക്കാത്തവനാണ്, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ. നിന്റെ അനുഭവം എന്ത് ചെയ്യും? അവൻ തകർത്ത് കളയത്തേ ഉള്ളൂ. അവൻ ഒരിക്കലും നിന്നെ എന്ത് ചെയ്യത്തില്ല, അനുഭവത്തിലൊക്കെ വിടത്തില്ല. കാര്യം എന്തുവാ? അവൻ പ്രാപിക്കാൻ നിന്നിട്ട് ഇതുവരെ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പന്മാർ പിമ്പന്മാർ. ഇന്ന് പലരും പ്രാപിക്കാൻ നോക്കിയ പലരും ഇന്ന് പലർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വില കൊടുത്തവൻ പ്രാപിച്ചുകൊണ്ടിരിക്കും. വിശ്വാസബോധം വന്നാൽ ആരെയും കാണിക്കാനുള്ളതല്ല, ആരെയും കേൾപ്പിക്കാനുള്ളതല്ല, നമ്മൾ അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ യേശുവായിട്ടുള്ള ബന്ധം അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ യേശുവായിട്ടുള്ള ബന്ധം നിലനിർത്തുവാനുള്ളതാണ്. അത് ആർക്കും എന്ത് ചെയ്യാനുള്ളതല്ല, വിട്ടുകൊടുക്കാനുള്ളതല്ല. വിശ്വാസഗോളത്തിനകത്ത് ചുമ്മാ പോകുന്നവനും വരുന്നവന്റെ അടുത്ത് പോയി ചെന്ന് നമ്മൾ അഭിപ്രായം ചോദിക്കല്ലേ. ദർശനവും വെളിപ്പാടുമുള്ളവൻ, ദൈവത്തിന് വേണ്ടി വേർവിട്ട് ജീവിക്കുന്നവൻ, അവന്റെ അടുത്ത് നീ ചോദിച്ചാലേ അവൻ യഥാർത്ഥമായി നിനക്ക് വെളിപ്പാട് പറഞ്ഞു തരത്തുള്ളൂ, ദർശനം പറഞ്ഞു തരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയ ദൈവമക്കളെ, എന്ത് ചെയ്യുന്നോ നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക. കർത്താവ് വെളിപ്പെടുത്തി തരും, അതിന്റെ മറുപടി വെളിപ്പെടുത്തി തരും. അത് ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും ദൈവമക്കളാവത്തുള്ളൂ. അല്ല സഭയിൽ പോയോണ്ടോ ഇത്രയും കൊല്ലം സഭയ്ക്കകത്ത് നിന്നുകൊണ്ടൊന്നും ദൈവപൈതലാവത്തില്ല. സ്തോത്രം, ദൈവപൈതലാവത്തില്ല. ഞാൻ ആരെന്നുള്ള ബോധ്യം ഉണ്ടാവണം.
ഞാൻ പാപം ചെയ്യേണ്ടതിന് പറയുക, യേശു ചെളി പുരട്ടിയത് അത് മരുന്നായിരുന്നു. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്ക്. യേശു അപ്പോഴും പറഞ്ഞു ഈ ചെളി മരുന്നാവട്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് വിശ്വസിക്കാം. ആ പൂശി അവന് പോലും അറിയത്തില്ല എന്തോ പുരട്ടിയത് ആണോ. അവനെ അപ്പോഴും ചോദിക്കുക, യേശു കർത്താവ് അത് എന്താ ചെയ്തത്? എന്റെ ഐഡിയ ഞാൻ പറയട്ടെ. യേശു അത് ചെയ്തത് കൊണ്ട് അവനോട് പറഞ്ഞു ഇന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞവൻ കഴിവേ. അല്ലെങ്കിൽ അവൻ ചോദിക്കും, ഞാൻ ഇങ്ങനെ കഴിവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മുഖത്ത്, ഇല്ലയോ? ചെളിയ പുരട്ടിയെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ അവന്റെ കണ്ണിൽ എന്തോ ഒരു തണുപ്പനുഭവം അവൻ അനുഭവിച്ചു. എന്തോ നമ്മളെ ഇവിടെ ഇച്ചിരി ചെളി ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തോ ഇരിക്കുന്നവർക്ക് തോന്നില്ല, ഇല്ലയോ? സ്തോത്രം. ആ ചെളി പുരട്ടി ചെളി തേച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അവന്റെ ഉള്ളത്തിനകത്ത് എന്ത് തോന്നി, എന്തോ പുരട്ടിയിട്ടുണ്ട്. അപ്പോഴാ കർത്താവ് പറയുന്നത്, നീ പൂച്ചെന്ന് എന്ത് ചെയ്യണം? സിലോ കുളത്തിൽ പൂച്ചെന്ന് കഴുകിയിട്ട് പോ. അപ്പോഴവന് മനസ്സിലായി എന്തോ എന്റെ കണ്ണിന്റെ മേളിൽ ഇരിപ്പുണ്ട്, അത് കഴുകിക്കളയണം എന്ന് പറഞ്ഞാൽ പോയെ. അല്ലയോ? അല്ലാതെ കഴുകിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുമെന്നല്ല. അല്ലാതെ യേശു അവന്റെ തലയിൽ തട്ടി മോനെ ഇന്നടുത്ത് പോയി കഴിവുകാൻ പറഞ്ഞാൽ അവൻ പോവും. എന്തോ പറഞ്ഞേ കർത്താവ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് 38 വർഷം കൊണ്ട് ഒരുത്തൻ രോഗബാധം എടുക്കുന്നു. അവനോട് വന്ന് പറയുന്നുണ്ട്, നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോ. അപ്പോഴവൻ എടുത്തവായി പറയുന്നുണ്ട്, ഞാൻ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഞാൻ രോഗിയാ. കാര്യം എന്തുവാ? ഇത്രയും 38 വർഷം കൊണ്ട് ഞാൻ കാത്തു കിടക്കുക ഈ കുളത്തിനകത്ത് ഇറങ്ങാൻ. ആ കുളത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് വെള്ളം കലക്കുമ്പോ ആദ്യം ഇറങ്ങുന്നവന്, ഏത് വ്യാധിയുള്ളവനായാലും രോഗിയായാലും ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യമാ. ഞാൻ 38 വർഷം കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. യേശു അവനോട് എന്തോ പറഞ്ഞേ, കിടക്കെടുത്ത് വീട്ടിൽ പോകാനാവാ. അവൻ എപ്പോഴെന്തോ വിശ്വസിക്കുന്നേ, ആ വെള്ളം കലങ്ങിയിട്ട് ഫസ്റ്റ് ഇറങ്ങിയാൽ എനിക്കെന്തുണ്ടാവും? സൗഖ്യമുണ്ടാവും. ഇല്ലയോ? അവന്റെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം അതാ. യേശു അപ്പോഴാ പറഞ്ഞ, നിന്റെ രോഗം സൗഖ്യമാക്കി തന്നിരിക്കുന്നു, ഇനി നീ പാപം ചെയ്യരുത്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഈ വന്ന് നിൽക്കുന്ന ആൾ വേറെ ആളാ, വേറെ ലെവലാ. ഇത് കുളം കലക്കുന്ന ആളല്ല, അതിലും അപ്പുറത്തെ ആളാണ്. അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായവൻ. ഇന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കർത്താവ് എന്തെന്ന് ദൈവജനമേ നമ്മൾ അറിയേണ്ട രീതി അറിയുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പാപത്തിന് പോകത്തില്ല, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഫ്രണ്ടിൽ പോയി എന്ത് ചെയ്യത്തില്ല? സലണ്ടർ ആവത്തില്ല, തല കുനിക്കത്തില്ല. കർത്താവ് ഒരിക്കലും നമ്മളെ തല കുനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എപ്പോഴും നമ്മളെ തലയെ ഉയർത്തി നിർത്തുവാനാണ് ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പെട്ടകത്തെ കുറിച്ച് നമുക്കറിയാം. പെട്ടകം പണിതാലേ, പെട്ടകത്തിനകത്ത് കയറിയാലേ രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്ന് നമുക്കറിയാം. പക്ഷേ പെട്ടകം പണിയാതെ പെട്ടകത്തിന് അകത്തങ്ങ് എനിക്ക് കയറി നിന്നാ മതി, പെട്ടകം ഒന്ന് പണിയാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് എന്റെ നിങ്ങളെ ദൂത് താമസിക്കുന്നത് നടക്കാൻ. കാര്യം എന്തുവാ? എനിക്കറിയാം പെട്ടകം പണിതേ പറ്റത്തുള്ളൂ, പെട്ടകത്തിനകത്ത് കയറിയേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ, പെട്ടകത്തിനകത്ത് കയറിയ മാത്രമേ എന്നെ കരുതത്തുള്ളൂ, എന്നെ ബലപ്പെടുത്തുള്ളൂ. ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ ഞാൻ പെട്ടകം ഇതുവരെ പണിതിട്ടില്ല. ഞാൻ രക്ഷപ്പെടും. പെട്ടകത്തിന്റെ വെളിപ്പാട് കിട്ടിയവനാ, പെട്ടകത്തിന്റെ ദർശനം കിട്ടിയവനാ, പെട്ടകത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വന്നവനാ. പക്ഷേ ഞാൻ ഇതുവരെ പെട്ടകം പണിതില്ല. എനിക്ക് പ്രാപിക്കാൻ പറ്റുമോ? ഞാൻ സ്നാനപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ ക്രിസ്തുവിലേക്ക് വന്നവനാ. പക്ഷെ ഞാൻ ക്രിസ്തുവിന്റെ വചനത്തിനകത്ത് പലതിനും ആദ്യമില്ല. ഞാൻ പലതും ലോകപരമായി ജീവിക്കുന്നത്. എനിക്കൊരിക്കലും ദൈവത്തിന്റെ വാക്തത്വം നന്മയെ പ്രാപിക്കാൻ പറ്റുമോ? പ്രാപിക്കാൻ പറ്റത്തില്ല. പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോ മുതൽ എന്തുണ്ടാവുമായിരുന്നു? നമ്മളിപ്പോ ഒരു ദൈവത്തിന്റെ ദൂത് പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന വന്നു. അതെന്താ നിങ്ങൾ ചെയ്യാതെ? അതെനിക്ക് ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ ദൂതം. ഉടനെ മറ്റൊരാള് സ്തോത്രം കുറച്ചു നാൾ കഴിഞ്ഞു, നോക്കിയിരിക്കുക, നടന്നില്ലെങ്കിൽ ഉടനെ ആ പാസ്റ്ററിന്റെ കുറെ മോഹവലയ്ക്കകത്ത്, അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞ വാക്കിന്റെ മോഹവലയ്ക്കകത്ത് നടക്കുക. ഇതുവരെ കിട്ടിയില്ലല്ലോ.
പരിഹസിക്കാൻ തുടങ്ങി. ഇത് പാസ്റ്റൊന്നും അല്ല പറയുന്നത്. ആരാ പറയുന്നത്? ദൈവം പറയുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ചെയ്യേണ്ട ആരാ? ദൈവം. ദൈവം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ക്രമീകരിക്കണം. നമ്മളെ തന്നെ അതിനകത്ത് ഒരുക്കപ്പെടണം. ധൈര്യമായിട്ട് പറയണം, എനിക്ക് ദൂതുണ്ട്, ഇന്നല്ല ഞാൻ പുറത്ത് ചെയ്യാൻ വരും. നിങ്ങൾ എന്നെ എത്ര പരിഹസിച്ചാലും അവമാനിച്ചാലും നിങ്ങൾ പറയുന്ന പ്രകാരം എന്റെ മനസ്സ് മാറത്തില്ല. ഞാൻ ആരുടെയാ? ദൈവത്തിന്റെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഉറപ്പും ധൈര്യമുള്ളവനാവണം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? യോശുവയ്ക്ക് ദൂതുണ്ട്. യോശുവയ്ക്ക് അറിയാം ഇവരെന്നും വിശ്വസിച്ചില്ലെങ്കിൽ യോശുവ പറഞ്ഞു ഞാനും എന്റെ കുടുംബം വിശ്വസിക്കും. കാര്യം എന്തുവാ? ഈ ദൈവത്തിന് മാത്രമേ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ദൈവം ആരെന്ന് ആരറിയും? യോശുവ അറിഞ്ഞു. യോശുവയ്ക്ക് അവിടെ ഭയമില്ല. കാര്യം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും. അപ്പോഴാ യോശുവോട് പറഞ്ഞേ, ഈ ഉറപ്പും ധൈര്യവും നീ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, ഈ ഉറപ്പും ധൈര്യത്തോട് നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും. നിന്നെ ഒരു വ്യക്തിക്ക് തൊടുവാൻ കഴിയത്തില്ല. ആ രീതിയിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പൊ ഉറപ്പും ധൈര്യവും വരുത്തേണ്ട ആരാ? ഉറപ്പും ധൈര്യവും വരുത്തേണ്ട ആരാ? നമ്മളാ. കാര്യം എന്തുവാ? എനിക്ക് എന്റെ യേശു ഉണ്ടെന്നുള്ള ഉറപ്പ്, എനിക്ക് എന്റെ യേശു പറ്റനുണ്ടെന്നുള്ള ഉറപ്പ്. ഈ ലോകം മാറിയാലും, ലോകത്തിന്റെ അധികാരികൾ മാറിയാലും, എന്റെ ബന്ധുക്കൾ മാറിയാലും, സുഹൃത്തുക്കൾ മാറിയാലും, എന്റെ ദേശം മാറിയാലും, ആരൊക്കെ എനിക്കെതിരെ വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? എനിക്കൊരു ഉറപ്പുണ്ട്. ആരെന്റെ പക്ഷത്തുണ്ട്? എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട്, യേശു എന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ശക്തിക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ ദൂത് പറഞ്ഞിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ദൂത് നിവൃത്തിയായില്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞ് പിന്നെയും നമ്മളെ ഒന്ന് കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കുത്തി നോവിച്ചാലും നമ്മളങ്ങ് പറഞ്ഞു പോവാ. പക്ഷെ അപ്പോഴും പതറല്ലേ? ഉറപ്പും ധൈര്യമുള്ള അപ്പോഴും പറയും, എന്തുണ്ടായി? ഇന്നല്ല ഞാളെ ഞാൻ പുറത്തു വരും. എന്റെ റൂട്ട് ഇതൊന്നുമല്ല. സ്തോത്രം. ഈ പ്രായം കൂടുന്നു അല്ലെങ്കിൽ സമയം പോകുന്നു. സമയം പ്രായം എല്ലാം കൂടിയാലും ദൈവത്തിന്റെ വചനം പറയുക, കാലേവന് കൊടുത്ത ദൈവത്തിന്റെ ദൂത് 80-ആം വയസ്സിൽ കൊടുത്ത ദൂത്, 80-ആം വയസ്സിലാണ് ദൂത് കിട്ടിയത്. കാലേവനോട് പറയുക, 40 വയസ്സ് പോലെ നീ അനുഭവിക്കും. 80 വയസ്സായിട്ടും 40 വയസ്സിന്റെ ആരോഗ്യവും അതിന്റെ ജ്ഞാനവും കഴിവുണ്ടെങ്കിൽ വയസ്സ് ഒരു പ്രശ്നമാണോ? ആണോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബ്രഹാം പിതാവിന് 75-ആം വയസ്സിൽ പറഞ്ഞ ദൂത് 100-ആം വയസ്സിലാണ് പൂർത്തീകരിച്ചു കൊടുത്തേ. അവിടെ വയസ്സൊരു വിഷയമാണോ? ഞാൻ ചില പ്രായമുള്ളവരെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്തോ ചെറുപ്പത്തിലാണ് നടക്കുന്നത്. അവരെ നടക്കുന്ന പോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെറുപ്പക്കാരനാണ് പറയുന്നത്. സ്തോത്രം. ദൈവം അതും കൂടെ കാലേവനോട് പറയാം, എന്തുവാ? 80 വയസ്സിൽ നിനക്ക് ദൂത് നിവൃത്തിയായാലും 40 ആരോഗ്യവും ജ്ഞാനവും കഴിവും നിനക്കുണ്ട്. അതുപോലെ സ്തോത്രം. താമസിച്ചാലും എന്റെ ദൂത് വലുതാ, താമസിച്ചാലും എന്റെ അനുഗ്രഹവും വലുതാ. ഞാനിപ്പോ ചില എന്റെ സുഹൃത്തുക്കളെ എല്ലാം ഓർക്കാറുണ്ട്. പ്രൈസലോ, ഇപ്പൊ എനിക്ക് 40-44 വയസ്സായി. ഈ 40-40 വയസ്സായിട്ട് വിവാഹം കഴിക്കാത്തവർ ഇപ്പം വിവാഹം കഴിക്കുന്നതെല്ലാം സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം എന്തുവാ? ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചതിനാട്ടി ലോട്ടറി അടിച്ച പോലെ ഇപ്പൊ കല്യാണം കഴിച്ചത്. പ്രൈസലോ. ചെറുപ്പത്തിൽ കഴിച്ച പലർക്കും കിട്ടാത്ത പല സൗഭാഗ്യവുമാണ് ഇവർക്ക് കൊടുത്തത്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്താലും എന്തുവാ? പ്രൈസലോ. ചിലവരെല്ലാം വിവാഹം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ട് അവന്റെ വിവാഹം ഈ രീതിയിലാണെന്ന് പറഞ്ഞേ. നേരത്തെ നടക്കുന്നതിനായിട്ട് നല്ലത് ഇപ്പൊ നടന്നിപ്പോ ഇല്ലേ? നല്ലേ സ്തോത്രം. കുറേയോട് സീരിയസ് ആയി ഇല്ലേ? സ്തോത്രം. ചിലവരെ ഞെട്ടിയിട്ടുണ്ട് ഞാൻ. ചിലവർക്ക് ദൈവം കൊടുക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ആ വഴിയിൽ അവന് കിട്ടുന്ന ചില സ്തോത്രം പുതിയ വഴികൾ, റൂട്ടുകൾ. ദൈവം പ്രായമൊന്നുമല്ല വിഷയം. ദൈവത്തിനൊരാളെ അനുഗ്രഹിക്കാൻ പ്രായമൊന്നുമല്ല വിഷയം. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഈ പ്രായം കൂടുന്നതിന്റെ കാര്യം എന്തുവാ? നമുക്ക് പെട്ടകമല്ല അറിയാം. പെട്ടകത്തിനകത്ത് കയറിയാല് രക്ഷ പ്രാപിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ പെട്ടകം ഇതുവരെ മടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ രക്ഷ പ്രാപിക്കും? ആ പെട്ടകം ആദ്യം പഴി. പെട്ടകം പഴി കഴിയുമ്പോഴേ നിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? പെട്ടകത്തിനകത്ത് കയറാൻ പറ്റൂ. അകത്ത് കയറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിന്റെ മേൽ പറഞ്ഞ ദൂത് നിവൃത്തിയാവാൻ പറ്റും. ദൈവത്തിന് നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? ദൈവം പറയുന്നത് എന്ത് ചെയ്യണം? അതേപടി അനുസരിക്കുക. ദൈവം പറയുന്നതിന് എന്ത് ചെയ്യുക? കീഴ്പ്പെടുക. ലോക മനുഷ്യനെയും കൊണ്ട് ഒരിക്കലും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. അത് മാറ്റി നിർത്തണം. ഞാൻ ലോകത്തിൽ ജഡമാ,
ഞാൻ ലോകത്തിൽ വസിക്കുന്ന ജഡമാ, പക്ഷെ എന്റെ ഉള്ളിൽ വസിക്കുന്നത് കർത്താവായ യേശുവാ. എങ്കിൽ ആ ദർശനവും വെളിപ്പാട് പ്രകാരമാ ആര് പോണത്? ദൈവ പൈതലായി നമ്മൾ പോണത്. എങ്കിൽ മാത്രമേ നമ്മൾ ആരെ ആവത്തുള്ളൂ? ദൈവത്തിന്റെ ആവത്തുള്ളൂ. വില കൊടുത്തേ പറ്റൂ. ഞാൻ ഓർക്കുക, പെട്ടകം പണിതപ്പോ മൊത്തം പരിഹാസമായിരുന്നു. ദൈവത്തിന്റെ ദൂത് കേട്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നമുക്ക് ആരും കൈതരാൻ കാണത്തില്ല. നമ്മളെ അപമാനവും പരിഹസിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. പക്ഷെ എത്രയെല്ലാം പരിഹാസവും അപമാനവും നീ കേൾക്കുമ്പോഴും നീ ഒരു കാര്യം ഓർത്തണം, ഇതെല്ലാം അനുഭവിക്കുന്ന ദൂതിന് വേണ്ടിയാണ്. ഇതെല്ലാം അനുഭവിക്കുന്ന ദൂതിന് വേണ്ടിയാണ്. അപ്പോഴെന്റെ ദൂതും അത്രയ്ക്ക് വലുതാണ്. കാര്യം എന്തുവാ? ഇത്രയും വർഷം കൊണ്ട് അല്ലെ ഇത്രയും മാസം കൊണ്ട് ഞാൻ അനുഭവിച്ചത് ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം മാറ്റിക്കളയുന്ന ഒരു ദൂത്, ഒരു ഉയർച്ച, ഒരു നന്മ ആര് തരും? ദൈവം എന്റെ ജീവിതത്തിനകത്ത് തരും. ദൈവം എന്റെ ജീവിതത്തിനകത്ത് തരും. ഇപ്പം തന്നെ ചില വിവാഹങ്ങൾ നടന്നു. ദൈവത്തിന്റെ വചനം പറയും, എടുത്ത് ചാടി ചിലതെല്ലാം പോയി നീ നമ്മൾ പുറമേ കണ്ട് ചിലത് നടന്നു. ദൈവത്തോട് ചോദിച്ചിട്ടല്ല. ദൈവത്തോട് ചോദിക്കുന്നതാണെങ്കിൽ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹപ്പെടുത്തി തന്നെ കൊടുക്കും. പക്ഷെ എടുത്ത് ചാടി എടുക്കുന്നതെല്ലാം ഭയങ്കര വേദനയ്ക്ക് കാരണം. ആരൊക്കെ എതിർത്താലും ഭാര്യയെ വിട്ടുകൊടുക്കാത്ത ഭർത്താവായി, ആരൊക്കെ എതിർത്താലും ഭർത്താവിനെ വിട്ടുകൊടുക്കാത്ത ഭാര്യയായിരിക്കും. അതാണ് യഥാർത്ഥ ബന്ധം. അതാണ് ആര് ബന്ധപ്പെടുത്തി ദൈവം യോജിപ്പിച്ചത്. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അവർ രണ്ടല്ല ഒന്നത്രേ. അല്ലാതെ ആരൊക്കെ എതിർക്കുമ്പോൾ ഭർത്താവിനെ വിട്ടുകൊടുക്കുക, ഭർത്താവിന്റെ കുറ്റം പറയുക, അവരുടെ കൂടെ കൂടി ഭർത്താവിന്റെ കുറ്റം പറയുക. സ്തോത്രം. ആരൊക്കെ എതിർത്താലും ആമി സ്തോത്രം എതിർക്കുമ്പോഴേ വീട്ടുകാരോട് കൂടെ കൂടിയിട്ട് ഭാര്യയുടെ കുറ്റം പറയുക. അതല്ല ഭർത്താവ്, അതല്ല ഭാര്യ. ഭർത്താവ് ഭാര്യയെ വിട്ടുകൊടുക്കത്തില്ല. ഭാര്യ ഭർത്താവിനെ വിട്ടുകൊടുക്കത്തില്ല. അതാണ് ആരൊന്നിപ്പിച്ചത്? ദൈവം ഒന്നിപ്പിച്ചത്. അല്ലാത്ത ബന്ധമെല്ലാം എന്ത് ചെയ്യും? അകന്ന് തന്നെ നിൽക്കും. അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൂട്ടിച്ചേർക്കുവാൻ കഴിയത്തില്ല. അത് എവിടെ വെച്ചുള്ള കുഴപ്പമാണ്? ഇത് സെലക്ട് ചെയ്തപ്പോൾ തെരഞ്ഞെടുക്കേണ്ടതാണ് അല്ലേ? സെലക്ട് ചെയ്തപ്പോ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പ് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് ദുഃഖിക്കേണ്ട വരത്തില്ലായിരുന്നു. വരുമോ? കർത്താവ് പറയുക, ദൈവത്തിന്റെ വചനം പറയുക, ഞാന് ഒരു ഭർത്താവിനെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയെ കളഞ്ഞിട്ട് അടുത്തതിനെ പോയി എടുക്കുമ്പോൾ അതൊരിക്കലും ദൈവം സെലക്ട് ചെയ്തതല്ല. അത് നമ്മളെ ഹിതപ്രകാരമാണ്. കർത്താവ് പറയുക, അങ്ങനെ ചെയ്യുന്നതിന്റെ പേരെന്തുവാ? വ്യഭിചാരമെന്ന. വ്യഭിചാരത്തിന്റെ ശിക്ഷ കൂടില്ല. ആ ഭർത്താവോട് ജീവിച്ചില്ല അന്ന്, അല്ലെങ്കിൽ ഭാര്യയായിട്ട് ജീവിച്ചില്ല, ഇനിയുള്ള കാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. പിന്നെ കല്യാണം കഴിക്കാം. എങ്ങനാ? ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കല്യാണം കഴിക്കാം എങ്ങനെ? ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെങ്കിൽ. അതിനകത്തുനിന്ന് ആർക്ക് സ്വതന്ത്രമാവാം? ഭാര്യയ്ക്ക് സ്വതന്ത്രമാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യവസ്ഥ കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ്. ഇന്ന് പല കുടുംബ ജീവിതത്തിനകത്തും എന്തില്ല? ദൈവവചന പ്രകാരമുള്ള വ്യവസ്ഥയില്ല. വ്യവസ്ഥയില്ലാതെ അഴിഞ്ഞാടിയ ജീവിതമാണ്. ആ ജീവിതത്തെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, എനിക്ക് വചനം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനം എന്റെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യുമ്പോൾ എന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവാ നിയന്ത്രിക്കുന്നത് എന്നെ, എന്റെ കുടുംബത്തെ. അവിടെ എന്ത് കയറത്തില്ല? ശത്രുവായ പിശാചിന് കയറുവാൻ കഴിയത്തില്ല. പക്ഷെ എനിക്ക് വചനം അറിയാം, ബൈബിളും ഉണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷേ വചനവുമായി എനിക്കൊരു ആഴമായ ഒരു ബന്ധവുമില്ല. അവിടെ ആര് കയറും? പിശാച് കയറും. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ? സ്തോത്രം. ദൈവം പറയുന്നു, നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിപ്പി, ഏത് രോഗമാവട്ടെ. സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ എവിടെ പോന്നെ? എവിടെ പോന്നെ? ഡോക്ടർ ചെപ്പാറിന്റെ പല ജാതിയായിട്ട് ജീവിക്കുന്ന, ലോകപരമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ ലോകപരമായി നടക്കുന്നവരുടെ വീട്ടിലാണ് നിങ്ങൾ പോകുന്നത്. എന്നിട്ട് പറയുക ദൈവത്തിന്റെ വചനം പറഞ്ഞെന്ന് പറഞ്ഞാൽ പറ്റൂ? ദൈവം പറഞ്ഞ് എണ്ണ തേപ്പാനാ പറഞ്ഞു. ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ ഈ സ്തോത്രം വെള്ളത്താൽ സ്നാനപ്പെടാൻ പറഞ്ഞിട്ട് സ്തോത്രം നിങ്ങൾ ഐസിനകത്താണോ സ്നാനപ്പെടുന്നത്? മുങ്ങി എഴുന്നേക്കണം. നീ പൂർണ്ണമായി നിന്റെ ശരീരം മുങ്ങണം, എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഞാൻ വലിയൊരു ആറ്റി പോയാണോ, ചാടിയാണോ, 3 ആള് വെള്ളത്തിനകത്ത് പോയാണോ മുങ്ങുന്നത്?
അല്ല, നിന്റെ ശരീരം മൊത്തം ഒന്ന് മുങ്ങിയാൽ മതി. നീ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നീ വീണ്ടും ജനിച്ചു. കാര്യം എന്തുവാ? പഴയത് അവിടെ മരിച്ചു. അതിനെ അത് പ്രതീകമാക്കിയേക്കുന്നേ. ആ വെള്ളത്തെ കണക്കിരിക്കുന്നത് മുഴുവനും മുങ്ങണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പക്ഷെ ഞാൻ 2 ബക്കറ്റ് വെള്ളം മൊത്തം ഒഴിച്ച മുങ്ങിയെന്ന് തുല്യമാവോ? ഇതൊന്നും മാറുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. നമ്മൾ എവിടെ മാറേണ്ടത്? അകത്താ മാറേണ്ടത്, അകത്താ മാറേണ്ടത്. നീ ചെയ്യുന്ന പാപത്തിന് നീ ആരെ ഒരിക്കലും എന്തിക്കല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ കൂട്ടുപിടിക്കല്ലേ. നിന്റെ ബലഹീന നീ അത് ഏറ്റുപറ. കർത്താവ്, എനിക്ക് ഇത് പറ്റാത്തോണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റും. അത് കർത്താവ് ക്ഷമിക്കും. പക്ഷെ ഒരിക്കലും ഇത് ചെയ്തോളാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? നീ വിശ്വസിച്ചാൽ നിനക്കെന്തുണ്ടാവും? ദൈവത്തിന്റെ വിടുതലുകളും മഹത്വവും അനുഗ്രഹവും ആര് വെച്ചിട്ടുണ്ട്? ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് മുൻകൂട്ടി കരുതി വെച്ചിട്ടുണ്ട്. നീ ചെയ്യാൻ ഇറങ്ങിയാൽ മതി. ആര് കരുതും? സ്തോത്രം. ഒരു വാക്യം വായിക്കാം. സ്തോത്രം. മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അയച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. കർത്താവിന് അവിടെ വെച്ചൊരു കഴുതക്കുട്ടിയെ വേണം. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കഴുത ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ച ഉണ്ടാക്കുവാൻ കഴിവുള്ളവനാ കർത്താവ്. പക്ഷെ കർത്താവ് അതൊന്നും ചെയ്തേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ ഒരു മരത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കഴുതക്കുട്ടി അവിടെ ഉണ്ട്. അതാരും ഇതുവരെ കയറാത്ത കഴുതക്കുട്ടി. അതിന്റെ മേലിൽ ആരും കയറി. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അയച്ചോണ്ട്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കൂ എന്തിനതിനെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ കർത്താവ് യേശുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. സ്ഥാനത്ത് കർത്താവിന് അവിടെ എന്തു വേണ്ടേ? ഒരു കഴുതക്കുട്ടിയെ വേണ്ട. ആരെയും കയറാത്തതാ വേണ്ട. പക്ഷെ കർത്താവ് പറയുക അപ്പുറത്തെ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. കർത്താവ് കണ്ടില്ല. കർത്താവ് പറയാ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ ഒരു കഴുതക്കുട്ടി. ഇതേപോലെ പ്രിയ മക്കളെ, എന്റെ വിഷയത്തിന് എതിരെ ഒരു വിഷയം ദൈവം മറുപടി വെച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടത്തിന്റെ മധ്യയിൽ എനിക്കെതിരായി ആര് മറുപടി വെച്ചിട്ടുണ്ട്? ദൈവം ആ എതിർക്കുന്ന കഷ്ടത്തിന്റെ ബാക്കിൽ തന്നെ എന്തുണ്ട്? എന്റെ വിടുതൽ ഇരിക്കും. ഞാനിത് അനുഭവിക്കുന്നുവെങ്കിൽ ആ വിടുതൽ ഞാൻ അനുഭവിച്ചിരിക്കും. ഞാൻ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള നിന്നയും പരിഹാസവും അപമാനവും ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ. എനിക്ക് അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞ ദൈവത്തിലോ? ദൈവത്തിന് നിന്നെ നോക്കണം. നിനക്കിത് തന്നറിയാൻ നീ ഇത് എങ്ങനെ കൊണ്ടുപോകും? നിനക്കിത് നിലനിർത്തി പോകും? ഈ അനുഗ്രഹം നീ നിലനിർത്തുവാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്റെ നാമത്തെ നീ ഉയർത്തുമോ? ഇത് നിനക്ക് തന്നത് ഞാനെന്ന് പറയുമോ എന്നല്ല ആർക്കറിയാം? ആർക്ക് അറിയണം? കർത്താവിന് അറിയണം. കാര്യം എന്തുവാ? ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും അതിനകത്ത് മാനവമഹത്വം ആർക്കാ ചെല്ലുന്നത്? കർത്താവിനാ. കർത്താവിനാ. സ്തോത്രം. ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ അനുഭവിക്കുന്ന നിന്ന, അല്ലെങ്കിൽ അനുഭവിക്കുന്ന പരിഹാസം, അല്ലെങ്കിൽ അനുഭവിക്കുന്ന രോഗം, ഇതിന് മേൽ ഒരു മറുപടി വെച്ചിട്ടുണ്ട് കർത്താവ്. സ്തോത്രം. കർത്താവ് കണ്ടില്ല കഴുതക്കുട്ടി. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ എനിക്ക് വേണ്ടത് ഇപ്പം കഴുതക്കുട്ടിയാണ്. നിങ്ങളെ എന്നാ മതി. എന്ത് വെച്ചിട്ടുണ്ട്? കഴുതക്കുട്ടി വെച്ചിട്ടുണ്ട്. അത് അഴിച്ചോണ്ട് വരുമ്പോൾ ആരും നിങ്ങളെ തടയത്തില്ല. നിങ്ങൾ ഇതാന്ന് പറഞ്ഞാൽ മതി. വാക്യം വായിക്കണം. കണ്ടോ? അവര് കഴുതക്കുട്ടിയെ അഴിക്കാൻ ചെന്നപ്പോ ചിലർ അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കഴുതക്കുട്ടിയെ അയച്ചു? കഴുതക്കുട്ടിയെ അഴിച്ചെന്ത്? ഇതേപോലെ നമുക്ക് പ്രശ്നങ്ങൾ നേടുമ്പോൾ പരിഹാരം ലഭിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും ചിലരുടെ വാക്കുകളും പിന്നെ നമ്മളത് തടഞ്ഞു. ദൈവം മുമ്പേ മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കഴുതക്കുട്ടിയെ കാണും. പക്ഷെ അത് അഴിച്ചുകൊണ്ട് വരുമ്പോൾ ചിലവർ വരും. ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന മറുപടി ഞാൻ പറഞ്ഞാൽ മതി. പക്ഷെ നമുക്കും അറിയാം ഈ പ്രതികൂലമുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയൊരു വിടുതലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ പ്രതികൂലം വന്നു കഴിയുമ്പോൾ പിന്നെന്തുവാ? നമുക്ക് വിടുതൽ കിട്ടുന്നതിനായിട്ട് വലിയ പ്രശ്നമാണ് ഈ പ്രതികൂലം നേരിട്ടോട് പോയാൽ. അല്ലയോ? ഈ പ്രതികൂലം നേരിട്ടാൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? വലിയൊരു ബ്ലെസ്സിങ് നമുക്കുള്ളൂ.
അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പണിയപ്പെടാൻ പറ്റത്തുള്ളൂ. അടിസ്ഥാനമില്ലാത്തത് പണിഞ്ഞാൽ ഇടിഞ്ഞു വീഴത്തേ ഉള്ളൂ. പ്രതികൂലമുണ്ടോ? ഒരു വിടുതലുമുണ്ട്, ഒരു അത്ഭുതമുണ്ട്. ദൈവം പ്രതികൂലം മാത്രം തരുന്നവനല്ല. ഒരു പ്രതികൂലത്തിനകത്ത് നിന്നെ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവനല്ല ദൈവം. ദൈവം കൈ പിടിച്ചുയർത്തുന്നവനാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഭാരം ചുമക്കുന്നവരെ നിന്നെ എന്റെ അടുക്കിലേക്ക് വാ, നിന്റെ ഭാരം ഞാൻ ചുമക്കാം. ഇവരോട് പറഞ്ഞു, മുമ്പേ കൂട്ടേ പറഞ്ഞു, ചിലവർ വരും, പക്ഷെ എന്ത് ചെയ്യല്ലേ? പേടിക്കല്ലേ? അങ്ങ് പറഞ്ഞോ. യേശുക്രിസ്തുവിന് ഇതിനെ കുറിച്ച് ഇതിനെ കൊണ്ട് ആവശ്യവും. യേശുക്രിസ്തു പറഞ്ഞിട്ട് ഞങ്ങൾ അയക്കുന്നു. അവിടെ വെച്ച് ഇത് പറയാൻ ചമ്മിപ്പോയാൽ പോയില്ലേ? ഇതേപോലെ ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ പ്രതികൂലം വന്നപ്പോൾ അയ്യോ നിന്നെ ദൈവം കൈവിട്ടോ, അല്ലെങ്കിൽ നിനക്കൊന്നും ഇത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ദൈവം എനിക്ക് വലിയൊരു പരിഹാരം വെച്ചിട്ടുണ്ട്, അതാണ് ഈ പ്രതികൂലം എന്ന് പറയുന്നവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. എങ്കിലേ ദൈവത്തിന്റെ മഹത്വത്തോടെ ദൈവം. പക്ഷെ ഉടനെ നമ്മളും അവരോടൊപ്പം അയ്യോ ശരിയാണല്ലോ, എന്നെ ദൈവം കൈവിട്ടോ, എന്നെ ദൈവം ഉപേക്ഷിച്ചു, എന്റെ കുറവാണോ, എന്റെ തെറ്റാണോ? പോയി അല്ല, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ കുറവുകളുള്ളവനാ, ബലഹീനമുള്ളവനാ, പക്ഷെ എങ്കിലും എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എന്റെ കർത്താവ് എന്നെ മാനിക്കും എന്ന് പറഞ്ഞ് ദൈവസ്ഥാനിൽ നിൽക്കുന്ന ദൈവ പൈതലിനെ ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. നമ്മൾ കർത്താവിനെ കണ്ടിറങ്ങിയതാകുമ്പോൾ ദൈവമക്കളെ, നിശ്ചയമായ ദൈവം നമ്മളെ മാനിക്കും, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മളെ വാടി തളർത്തുവാൻ ദൈവം കൈവിട്ടു കൊടുക്കത്തില്ല. നമ്മളെ വാടാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മളെ നിന്ദിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പരിഹസിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാര്യം എന്തുവാ? നമ്മൾ ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവരാണ്. നിശ്ചയമായി എന്നെ എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ആ ഉറപ്പും ധൈര്യവും ഉള്ളവനെ മാത്രമേ ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ? കർത്താവിന് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെ ഒരിക്കലും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അനുഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പലർക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാര്യം ഈ തിരിച്ചറിവ് പലരുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഹോളി സ്പിരിറ്റിൽ നിറയുന്നവനാ, പരിശുദ്ധാത്മാവിന്റെ തീയാൽ ഞാൻ ആത്മാഭിഷേകത്തിൽ നിറയണവനാ. എന്നെ ബന്ധിക്കാൻ പറ്റൂ? എന്നെ കെട്ടാൻ പറ്റൂ? സ്തോത്രം. ഒന്നിനും എന്നെ എത്തിക്കാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. തിരിച്ചറിയേ, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പാപം ചെയ്യുമ്പോൾ, കുറവുകൾ ചെയ്യുമ്പോൾ അത് ദൈവം അറിഞ്ഞിട്ടാ, അല്ലെങ്കിൽ സ്തോത്രം ദൈവം എനിക്ക് കൂട്ടാന്ന് ഒരിക്കലും പറയല്ലേ. അതെന്റെ കുറവാണ് കർത്താവേ, മനസ്സിലാക്കി എന്ന് ഏറ്റുപറയുന്നെങ്കിൽ ദൈവം നീ നിന്നെ ബ്ലസ് ചെയ്യത്തുള്ളൂ, അനുഗ്രഹിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് അടുത്ത പെട്ടെന്ന് വായിക്കാം. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശന്നാ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്നാ എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവർ യെരൂശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോട് ബഥാനിലേക്ക്. ഇതിനകത്ത് കഴുതക്കുട്ടിയുടെ മേലേക്കൂടെ വരുമ്പോ ആമേൻ സ്തോത്രം, ഹോശന്നാ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രനായ സിംഹാസനത്തിലിരുന്ന് കഴുതക്കുട്ടിയുടെ മേൽ വരുമെന്ന് കാലങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ എഴുതി വെച്ച പ്രവചനമാണ് യേശുവോട് നിവൃത്തിയാക്കുന്നത്. സ്തോത്രം. കാലങ്ങൾക്ക് മുമ്പേ പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന പ്രവചനമാണ് പുതിയ നിയമത്തിനകത്ത് നിവൃത്തിയാവുന്നത്. ഇതേപോലെ രാജാവ് കഴുതക്കുട്ടിയുടെ മുകളിൽ ഇരുന്നു വരും. സ്തോത്രം. യേശു വന്നപ്പോഴാണ് ആ പ്രവചനം എന്ത് നിവൃത്തിയായത്. സ്തോത്രം. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലുള്ള പ്രതികൂലമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. അവിടെ നിന്നവർ പറഞ്ഞു, സ്തോത്രം, ഇവരിങ്ങനെ ഈ പറയുന്ന വാക്കുകൾ നിർത്ത്, ഓശന്ന എന്ന് പറയുന്ന ഈ വാക്കുകൾ നിർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അവര് പറഞ്ഞില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തുവിളിക്കും. കാര്യം എന്തുവാ? ദൂത ദൈവത്തിന്റെ ആലോചനയാണ്. എങ്കിൽ പ്രിയ ദൈവത്തിലെ, എനിക്ക് ദൈവസ്ഥലയിൽ ഞാൻ ദൈവത്തെ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില പ്രതികൂലം പ്രയാസം എനിക്കുണ്ട്. പക്ഷെ പ്രതികൂലം പ്രയാസത്തിന്റെ മധ്യയിൽ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, എന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു വരും. ഞാൻ എന്നും നിന്ദിക്കപ്പെട്ട്, പരിഹസപ്പെട്ട്, അല്ലെങ്കിൽ അപമാനപ്പെട്ട് ഒരു പരിഹാസമായി കിടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല.
വരത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും എന്റെ കുടുംബവും പുറത്തു വരും. അന്ന് എനിക്ക് പറയുവാനുണ്ട്, കാലങ്ങൾക്ക് മുമ്പേ ഞാൻ അനുഭവിച്ച വേദനകൾ, ഞാൻ കാലങ്ങൾക്ക് മുമ്പേ അനുഭവിച്ച നിന്ദകൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം അനുഭവിക്കാൻ തയ്യാറായപ്പോഴാ എന്റെ സ്വർഗത്തിന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാ എന്റെ ദൈവം എന്നെ വിടുവിക്കാൻ തുടങ്ങിയത്. ദൈവത്തിന്റെ പവർ ഞാൻ അറിഞ്ഞത്, ദൈവത്തിന്റെ ശക്തി ഞാൻ അറിഞ്ഞത്, ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ ഞാൻ അനുഭവിച്ചത്. ഇന്ന് പ്രിയ ദൈവത്തിലെ ചില ബന്ധനങ്ങളെല്ലാം ഒന്ന് പൊട്ടിച്ച് പുറത്തു പോവാ. ചില പ്രതികൂലത്തിന്റെ വേണ്ടിയിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നീ പതറിപ്പോകില്ലേ? പാസ്റ്ററിന്റെ വാക്കൊന്നും അല്ല പറയുന്നത്. ഇത് യേശു നിന്നോട് പറഞ്ഞ വാക്കാ. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നസറേയനായ യേശു പറയുന്നു, നിശ്ചയമായത് ഞാൻ ചെയ്തിരിക്കും. അമികലിൽ സ്വന്തം ലോകങ്ങൾ മാറിപ്പോവാ, കാലങ്ങൾ മാറാം. അമികലിൽ ഞാൻ പറഞ്ഞ വചനം മാറത്തില്ല, ഞാൻ പറഞ്ഞ ദൂത് മാറത്തില്ല. ഇന്ന് പ്രിയ ദൈവത്തിലെ ആത്മാഭിഷേകത്തോട് നീ വചനത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ, ആത്മാഭിഷേകത്തോട് വചനപ്രകാരം നീ മാറുന്നുവെങ്കിൽ, വചനത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, സ്വർഗത്തിന്റെ ദൈവം വിളിച്ചു പറയുന്നു, നിശ്ചയമായി വചനം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും, വിടുവിക്കും. സ്വന്തമാകലെ ഇന്ന് പകരം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അവൻ ചില ബലഹീനകൾ മാറിപ്പോട്ട്, ചില പ്രതികൂലങ്ങൾ മാറിപ്പോട്ട്, എനിക്കെതിരെ നിൽക്കുന്ന ചില ബലഹീനകൾ അതെനിക്ക് വേണ്ട കർത്താവേ. എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമാ, അങ്ങയുടെ കൃപയാ എനിക്ക് വേണ്ടത്, അങ്ങയുടെ വിടുതല എനിക്ക് വേണ്ടത്. എന്ന് പകല് പ്രിയ ദൈവത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കും. പെട്ടകം പണിതു. കർത്താവ് പെട്ടകം പണിയുവാനുള്ള താമസങ്ങൾ, ആ താമസത്തിന്റെ ഓരോ ദിവസം പെട്ടകം പണിയുന്ന മുതൽ ആരെ പരിഹസിച്ചുകൊണ്ടിരിക്കുക? നോഹയെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. പെട്ടകം പണി പൂർത്തീകരിച്ചു. ദൈവത്തിന്റെ ദൂത് പ്രകാരം പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും അമികളിലെ ദൈവം പറഞ്ഞ മൃഗങ്ങൾ കയറി പെട്ടകത്തിന്റെ വാതിലടഞ്ഞു. സ്തോത്രം. എന്നിട്ടും പെട്ടകത്തിന് ചുറ്റും നിന്ന് ആൾക്കാർ പരിഹസിച്ചുകൊണ്ടിരുന്നു. ഇവൻ എന്തിനാ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നത്? പുറത്തു വാ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ ചില ദിവസങ്ങളോടും അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാ എന്ത് ചെയ്യാൻ തുടങ്ങി? മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ പെട്ടകത്തിനകത്തിരിക്കുന്ന സ്തോത്രം നമ്മളെ പോലെ ആയിരുന്നെങ്കിൽ ഉടനെ ദൈവത്തോട് ചോദിച്ചത്, ഇതിനകത്ത് കയറി അടഞ്ഞിരിക്കാനൊന്നും മഴയും വരുന്നില്ലല്ലോ, ഒന്നും വരുന്നില്ലല്ലോ, പെട്ടകം ഞാൻ അകത്തും കയറിയിട്ട് ഇത് മണിക്കൂർ ഇത്രയായല്ലോ എന്നൊന്നും ആരും ചോദിച്ചില്ല. അപ്പോഴെന്തുവാ? ഇതിന് ചുറ്റുമുള്ളവന്മാർ അപ്പോഴും വന്ന് പരിഹസിക്കുന്നുണ്ട്. ഇറങ്ങി വാ, ഇതിനകത്താണ് ഇരിക്കുന്നത്. സ്തോത്രം. ചില ദിവസങ്ങളോട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തേ? മഴ പെയ്ത്. അപ്പൊ ഓർത്തോ ദൈവമക്കളെ, ദൈവം പറഞ്ഞ ദൂത് പരിഹസിക്കുവാനല്ല, നിന്ദിക്കാനല്ല, നാണക്കേടാനല്ല. നീ നാണക്കേടാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാ നീ നാണക്കെടുന്നെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാ നീ പരിഹാസം ഏൽക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാ നീ അപമാനം ഏൽക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാ നീ മറുപടി പറയാതെ നിൽക്കുന്നെങ്കിൽ, നീ ഭാരപ്പെടേണ്ട. മറുപടി പറയുന്നത് കർത്താവായിരിക്കും. എനിക്ക് നിനക്കും വേണ്ടി മറുപടി പറയുന്ന ആരായിരിക്കും? കർത്താവായിരിക്കും. ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് ഓർത്തോ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി മറുപടി പറയുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് മറുപടി പറയാൻ ഒന്നുമില്ല, എനിക്ക് മറുപടി പറയാൻ ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്ന മറുപടികൾക്കല്ല സ്തോത്രം, എനിക്ക് മറുപടി ഒന്നുമില്ല. പക്ഷേ എനിക്ക് മറുപടി പറയുന്ന ഒരാളുണ്ട്, എനിക്ക് മറുപടി പറയാനുണ്ട്. മറുപടി പറയുന്ന ഒരാളുണ്ട്. അത് പറയുവല്ല ചെയ്യുന്നത്, പ്രവർത്തിച്ച് കാണിക്കുക ചെയ്യുന്നത്, അത് പ്രവർത്തിച്ച് കാണിക്കുക ചെയ്യുന്നത്, അത് നിവർത്തിച്ച് കാണിക്കുക ചെയ്യുന്നത്. അല്ലാതെ അത് സംസാരിക്കത്തില്ല, അതങ്ങ് നിവർത്തിക്കത്തേ ഉള്ളൂ. ഇന്ന് സംസാരിക്കുന്നവനെ ദൈവത്തിന് വേണ്ട, പറയുന്നവനെ ദൈവത്തിന് വേണ്ട, പ്രവർത്തിക്കുന്നവനെ ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ, അവനെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. അവന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം നിർവഹിക്കും. സംസാരിക്കുന്നവനെ ദൈവത്തിന് വേണ്ട, അറിവുണ്ടെന്ന് പറയുന്നവനെ ദൈവത്തിന് വേണ്ട, അറിവുണ്ടെന്ന് പറയുന്നവനെ ദൈവത്തിന് വേണ്ട, സംസാരിക്കുന്നവനെ ദൈവത്തിന് വേണ്ട. ഇന്ന് നീ മൗനമായിരുന്ന് നീ പ്രവർത്തിക്കാൻ തയ്യാറെങ്കിൽ, നീ ഓരോ സ്റ്റെപ്പും ദൈവത്തോട് ചോദിച്ചിട്ടാ ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിശ്ചയമായി നിന്നെ നിന്റെ കുടുംബത്തിന് ദൈവത്തിന് വേണം. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും, അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്നോട് സംസാരിച്ചത് കർത്താവെങ്കിൽ, നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദൂത് നിശ്ചയമായി ആര് പ്രവർത്തിക്കും? കർത്താവ് പ്രവർത്തിക്കും. ആമേൻ. അതിനൊരു മാറ്റവും ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇത്രയും കൊല്ലം കൊണ്ട് പാരമ്പര്യ സഭയുടെ സെക്രട്ടറിയാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ട്രഷറാന്ന് പറഞ്ഞിട്ട്, നീ ഇന്നതാ
തുടങ്ങുന്നു, എന്ന് നീ സറണ്ടർ ആവാൻ തുടങ്ങുന്നു, എന്ന് നീ ഭയപ്പെടാൻ തുടങ്ങുന്നു, അന്ന് മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. നീ അന്ന് മാത്രമേ ദൈവത്തിന്റെ ആവത്തുള്ളൂ. നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും തക്കതായ ശിക്ഷ ആരോരും ദൈവം തരും. ഇന്ന് എന്നോട് സംസാരിക്കുന്നതിന് ശിക്ഷ കൊടുക്കേണ്ട ഞാനല്ല, എന്നെ പരിഹസിക്കുന്നെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ട ഞാനല്ല മറുപടി കൊടുക്കേണ്ടത്. ആരാണ് മറുപടി കൊടുക്കേണ്ടത്? ദൈവം മറുപടിയല്ല കൊടുക്കുന്നത്, പ്രവൃത്തി കൂടെ കാണിച്ചു കൊടുക്കും, അത്ഭുതത്തോട് കാണിക്കും. മറുപടി എന്ന് പറഞ്ഞ ഒരു വാക്കുകൊണ്ട് തീർന്ന് അതല്ല, അതിനകത്ത് ദൈവം മിറക്കിൾ ചെയ്യും, അത്ഭുതം ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പ്രിയ മക്കളെ, വിളിച്ച് വേർതിരിച്ചു വിശ്വസ്തനാണ്. ആമേൻ. വിളിച്ച് വേർതിരിച്ചവൻ വിശ്വസ്തനാണ്. ഏറ്റെട്, ആ ദൈവത്തിന്റെ ദൂത് ഏറ്റെട്. അവർ മേൽ ആര് ചെയ്യും? ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. അത്ഭുതം ചെയ്യും. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിച്ചു വരുമ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോ ദേവാലയത്തിൽ ആവശ്യമുള്ളതാ ആടും പ്രാവും എല്ലാത്തിനും ആവശ്യമുള്ള യാഗം അർപ്പിക്കേണ്ടതാണ്. ഓരോ പാവത്തിനനുസരിച്ച് ദേവാലയത്തിൽ ആവശ്യമുള്ളതാണ്. പക്ഷെ കർത്താവ് യേശുവിന് എന്ത് വന്നേ? അതിനെല്ലാം എന്ത് ചെയ്തു? തട്ടിമറിച്ച് ഓടിച്ചു വിട്ടിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ ആലയത്തെ അശുദ്ധമാക്കരുതേ. അതാണ് ഇന്ന് നടക്കുന്നത്. ദേവാലയത്തിന് ആവശ്യമുള്ളതാ. പ്രൈസലോ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയത്തില്ലയോ, ഗൂഗിൾ മീറ്റ്, അയ്യോ എനിക്ക് മീറ്റിംഗ് നടത്തിയേ പറ്റത്തുള്ളൂ. പ്രൈസലോ. ഇന്ന് പല സഭയ്ക്കകത്ത് വലിയ ടി വി കൊണ്ട് വെച്ചേക്കുക. എന്നാ പിന്നെ മീറ്റിംഗ് നടത്തായിരുന്ന പോലെ ടി വിക്കകത്ത് അങ്ങനെ ഇരുന്ന് കണ്ടാ പോലെ. കാണാൻ പറ്റാത്തോണ്ടോ? എന്തോ കാണാൻ പറ്റാത്തെ. പ്രൈസലോ. എന്തോ കാണാൻ പറ്റാത്തെ. സ്തോത്രം. ഇന്ന് വലിയ സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ പ്രസംഗിക്കത്തുള്ളൂ, വലിയ മ്യൂസിക്കൽ. ഇതെല്ലാം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഉണ്ടോ? ഇതെല്ലാം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഇതെല്ലാം നീ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാ. ഈ പരിഷ്കാരമൊന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് ഉടയുന്ന ഹൃദയത്തെയാണ് ദൈവത്തിന് വേണ്ടത്, മാറുന്ന ഹൃദയത്തെ ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ പുറമേ കാണുന്നതൊന്നും അല്ല. മൈക്ക് ആവശ്യമുണ്ട്, മ്യൂസിക്കിന് ആവശ്യമുണ്ട്, അതിന് അതിന്റെ ലെവലേ ഉള്ളു, അതിന് അപ്പുറത്തോട്ടില്ല. സ്തോത്രം. ആടുമാടെല്ലാം വേണം. കർത്താവ് എടുത്തു കൊണ്ടുപോ. ഇവിടെ വ്യാപാരം ചെയ്യാനുള്ളതല്ല. സ്തോത്രം. ഇത് കച്ചവടം ചെയ്യാനുള്ള സ്ഥലമല്ല. ഇത് കപടം കാണിക്കാനുള്ള സ്ഥലമല്ല. ഇതെല്ലാം കാണിച്ചിട്ട് കപടം കാണിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ എന്തുള്ളതാ? വിശുദ്ധിയുള്ളതാ. ഇന്ന് പല സഭയ്ക്കകത്തും എന്തില്ല? സ്വന്തം പരിഷ്കാരത്തിനനുസരിച്ച് ഓരോ കോലം കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണെന്ന് ചോദിക്കുന്നില്ല. ഇത് കോലം കെട്ടുക, മറ്റുള്ളവരെ കാണിക്കാൻ കോലം കെട്ടുക. ഈ കോലം കെട്ടുന്നവരെയൊന്നും അല്ല ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഗൂഗിൾ മീറ്റിംഗിലെ ഒരു കോലമാ. നീ വീട്ടിൽ ഇരുന്ന് വർത്തിച്ച് നീ ഒരു കുറച്ച് കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താൽ അത് കണ്ടാൽ പോലും അഭിഷേകമുണ്ട്, ഇല്ലയോ? അപ്പോഴ് നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവദാസന് കുടുംബം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് തന്നെ ദൈവസാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്ത് തുടങ്ങും. ഞാൻ അതാ അനുഭവിക്കുന്നത്. നമ്മുടെ സഭയ്ക്കകത്ത് ദൈവമക്കൾ അനുഭവിക്കുന്നതാ. ഞാൻ അതാ അനുഗ്രഹിക്കുന്നത്. പ്രൈസലോ. ഇത് കോലം കെട്ടുവാനല്ല, ഇത് ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല. സ്തോത്രം. എന്തു ആത്മസാന്നിധ്യം വെളിപ്പെടുന്നത്? പ്രൈസലോ. ആദ്യം ഉടയുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. ചിലർ പറയാ ഇവിടെ പ്രസംഗം നടക്കുക, അവിടെ 5-6 സ്ക്രീൻ വെച്ചിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക, TV കണ്ടുകൊണ്ടിരിക്കുക. ഇത് അന്നാ പിന്നെ വീട്ടിൽ ഇരുന്നാ പോലെ. പ്രശ്നം. ഞാൻ ഹോളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കാണും, അനുഭവിക്കും. അന്ന് 3000 പേരുടെ വണ്ടിയിൽ ഒറ്റ പ്രസംഗത്തിനകത്ത് രക്ഷിക്കപ്പെട്ടത് 3000 പേര്. 3000 പേരാണെങ്കിൽ ഒരു 5000 പേരെങ്കിലും അവിടെ കാണും. അതിനകത്ത് 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവിടെ വലിയ സൗസിസ്റ്റമോ കോളാമ്പിയൊന്നും ഇല്ലായിരുന്നു. അവിടെ ദൈവത്തിന്റെ ദൂത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് വ്യാപരിച്ചു പോകും ദൈവശക്തി, ഇല്ലയോ? ഇതേപോലെ ആധുനിക സജ്ജീകരണമൊന്നും ഇല്ലായിരുന്നു. കർത്താവ് മരുഭൂമിയിൽ നിന്നുകൊണ്ടാ പ്രസംഗിച്ചത്. 1000. അതിന്റെ ഏറ്റവും വലിയ തെളിവ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവിടെ കോളാമ്പിയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു? ഇന്ന് പ്രിയ മക്കളെ, ഇതൊന്നും അല്ല കാര്യം. ദൈവത്തിന്റെ കാര്യം എന്തുവാ? ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. കഴിഞ്ഞ ദിവസം എന്റെ സഹോദരൻ വിളിച്ചിട്ട് വന്ന്, സ്വതം ഫാസ്റ്റ് ഞാൻ വീടുകളിൽ വരാറുണ്ട്. സമയവാ
കാര്യം എന്തോ? ഞാൻ അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ആരിറങ്ങണം? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങണം. ഇറങ്ങുമെങ്കിൽ നിങ്ങൾ സഭ അവിടെ അല്ലയോ കീഴ്പ്പെടുന്നത്? ദൈവസഭയ്ക്കതല്ലേ കീഴ്പ്പെടുന്നത്? അവിടെ ആര് പ്രവർത്തിച്ചോളൂ? ദൈവം പ്രവർത്തിച്ചോളൂ. അവനവന്റെ വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ല എങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രവർത്തിക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, യേശുവിനെ കണ്ടു ഞാൻ വന്നു. എനിക്ക് നഷ്ടമാണെങ്കിൽ എനിക്ക് ലാഭമാക്കുന്ന ഒരു ദിവസമുണ്ട്. ലാഭമാക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ ചിലവരുടെ വീട്ടിലെല്ലാം വെറും പൊട്ടനാണ്. ചില സമയത്ത് ഞാൻ വെറും പൊട്ടനായിട്ട് നിന്ന് കൊടുക്കുന്ന കാര്യം എന്തുവാ? അവരുടെ വീട്ടിൽ ഞാൻ മണ്ടത്തരവാ കാണിക്കുന്നതെന്ന് അവര് പറയുന്നത്. എനിക്ക് ലാഭമായിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന എന്റെ വീതം എല്ലാം വിറ്റ് മൊത്തം ഞാൻ സുവിശേഷത്തിലേക്ക് ചെലവാക്കിയിരിക്കുന്നത്. ഒറ്റ രൂപ എന്റെ ബാങ്കിൽ എനിക്കായിട്ട് കിടപ്പില്ല. ദൈവമക്കൾ തരുന്ന വെച്ചാ ഞാൻ പോകുന്നു. അതിനു മുമ്പേ അതുവരെ പിടിച്ചിരുന്നെങ്ങനെ ഇത് മൊത്തം വിറ്റ് എന്തിനെ ഇറക്കിയതാ? ദൈവത്തിലേക്ക് ഇറക്കിയത്. പലരും ഓർത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് വസ്തു വഴി. നീ കിട്ടിയിരിക്കുന്ന മൊത്തം എന്തിനു വേണ്ടിയല്ലേ? കർത്താവിന് വേണ്ടി. കാര്യം എന്തുവാ? വട്ടപൂജ്യത്തിന് എന്റെ ദൈവം എന്നെ പണിയുന്നവനാണ് ദൈവം. സ്വത്രം. ഇനി എന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും അതെന്റെ പാരമ്പര്യ സ്വത്തല്ല, ദൈവം എനിക്ക് തന്നത്. പക്ഷെ അതിന് വലിയ സഭയുണ്ടാക്കി. വലിയ സഭയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്ക് ചെറുത് മതി. പക്ഷെ ഒരു വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ എനിക്ക് വേണ്ടത്. ഉറപ്പോട് നിൽക്കുന്ന ഒരു കൂട്ടത്തെ വേണ്ടത്. അങ്ങനെ നിൽക്കുന്ന കൂടപ്പുറപ്പുകളെ വേണ്ടത്. ഞാൻ അതുകൊണ്ടൊരു കാര്യം പറയാം, നമുക്ക് എന്താവശ്യത്തിന് ഞങ്ങളുണ്ട്, കൂടെ കാണും. സ്തോത്രം. കാര്യം എന്തുവാ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം, ദൈവം കടന്നു വന്നാൽ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം. അവർ ആ കൂട്ടത്തിന്റെ ലീഡർ ആവുവാനാ, ആ കൂട്ടത്തിന്റെ സഭയുടെ ലീഡർ ആവുവാനാ സ്വർഗത്തിലെ ദൈവമേ, ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എനിക്ക് കൂളായിട്ട് പറയാൻ പറ്റും ചെലവാക്കിയത് എന്തിനാണ്. സ്തോത്രം. അതിനകത്ത് എനിക്ക് ഒരിക്കലും നഷ്ടബോധം തോന്നിയിട്ടില്ല. പലരുടെ വേണ്ടി കാര്യം പരിഹാസം കേട്ടാലും എനിക്ക് അതിനകത്ത് നഷ്ടബോധം തോന്നിയിട്ടില്ല. കാര്യം എന്തുവാ? ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി. കാര്യം എന്തുവാ? എന്റെ അല്ലത്, എനിക്ക് അർഹതപ്പെട്ടതല്ല. എനിക്ക് അർഹതപ്പെട്ടത് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്. എന്റെ ദൈവം തരുന്നത് ഓരോന്നും എനിക്ക് അർഹതപ്പെട്ടത്. കാര്യം എന്തുവാ? എന്റെ കർത്താവ് എനിക്ക് കൂലി തരുന്നത്. കർത്താവിനെ വേല ചെയ്യുന്ന കൂലിയാണ് തരുന്നത്. അതിലാണ് എനിക്ക് അർഹത, മറ്റേതെന്റെ അർഹതയല്ല. പ്രിയ മക്കളെ, ദൈവസഭയില് കൊടുക്കുന്നെങ്കിൽ പ്രതിഫലമുണ്ട്. ഇരട്ടി ദൈവം അനുഗ്രഹിക്കും. നിന്റെ മനസ്സെങ്ങനെ നീ സമർപ്പിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നീ എങ്ങനെ സമർപ്പിക്കുന്നു? ദൈവത്തിന് വേണ്ടി ഞാൻ ഇനി മുതൽ ഞാൻ ജീവിക്കുക, ഞാൻ ദൈവ പൈതല. ഇന്ന് പകല് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെ പ്രതികൂലം വന്നാലും പ്രയാസം വന്നാലും നീ പതറിപ്പോവല്ലേ. നീ അപ്പോഴെടുത്ത് പറയേണ്ടത്, ഞാൻ യേശുവിന്റെ പൈതല. സ്തോത്രം. എനിക്ക് കുറവുണ്ട്, എന്റെ മേൽ തെറ്റുണ്ട്, എന്റെ വീഴ്ചയുണ്ട്. പക്ഷെ ഞാൻ യേശുവിന്റെ പൈതല. എന്നെ എന്റെ കുടുംബത്തെ തകർക്കുവാൻ അല്ലെങ്കിൽ എന്നെ തകർത്ത് കളയുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളെ പ്രാർത്ഥന എങ്കിൽ ദൈവം നിശ്ചയമായി നിങ്ങൾ കൂടെ ഉണ്ടാവും. നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ കാഴ്ചപ്പാടോ യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ ഈ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും. ഇല്ലയോ? ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പ്രവൃത്തിയില്ലാത്തത്. ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതേ ചെയ്യത്തുള്ളൂ. ഒരാളോട് സ്തോത്രം അല്ലെങ്കിൽ ഇത് ഇപ്പം ഒരു കള്ളം കണ്ടപ്പോ ഇത് കള്ളമാന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും. ഇല്ലെങ്കിൽ അത് കള്ളമാ, അതിനോട് എനിക്ക് ചേരാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യവും ഉണ്ടാവും, മനസ്സും ധൈര്യവും ഉണ്ടാവും. യേശു പറയാം, ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു യേശു ഉണ്ട്. എന്നെ ഒരു ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു ശക്തിക്കും തോന്നുവാൻ കഴിയും. സ്തോത്രം. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് പോലെ ഒരു വലിയ വിടുതലുകളും അത്ഭുതങ്ങളും നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുക. ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം ഉണ്ടാവും, നിവർത്തിയാവും. ഇന്ന് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കഷ്ടവും പ്രതികൂലവും ഉണ്ട്. പക്ഷെ ഞാൻ പതറിപ്പോട്ടില്ല. കാര്യം എന്തുവാ? എന്നെ കൈവിടാത്തൊരു ദൈവമാണ്. ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായ ദൂതും വാക്തത്വം എന്റെ ജീവിതത്തിനകത്ത് ആരും നിവൃത്തിയാക്കി തരും. കർത്താവ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകല് പൂർണ്ണ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കിങ്ഡീസിനെ ദൈവം